Hello, my dear students, and welcome to Crackit by Excellence Academy. അപ്പോൾ നമ്മുടെ 2027 ഗേറ്റിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഓൺഗോയിങ് ആണ്. അപ്പോൾ അതിൽ നമ്മുടെ നെറ്റ്വർക്ക് തിയറി എന്ന് പറയുന്ന സബ്ജക്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ഇൻ ടോട്ടൽ 7 നമ്മുടെ ടെസ്റ്റ് ഇന്റേണൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനലി നമ്മുടെ സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഓൾ റൗണ്ട് ഒരു ഫുൾ സബ്ജക്റ്റിന്റെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് വെരി റീസെന്റ് നിങ്ങൾക്ക് ക്ലാസ് അതിന്റെ ടെസ്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാവരും കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാ സ്റ്റുഡൻസിനും നമ്മുടെ ഈ ഫുൾ സബ്ജക്ട് വൈസ് ടെസ്റ്റും അവൈലബിൾ ആയിരിക്കും. ദേ കൻ ഓൾസോ കം ആൻഡ് അറ്റംപ്റ്റ് ദ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തേക്കുന്ന നെറ്റ്വർക്ക് തിയറി കഴിഞ്ഞു. നമ്മൾ എന്നിട്ട് ഇപ്പോൾ കറന്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്ട് എന്താണ്? സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് ആണ്. അപ്പോൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു സബ്ജക്ട്, ആ ഒരു ചാപ്റ്റർ എടുക്കുന്നത് നമ്മുടെ ഗേറ്റിന്റെ സെക്കൻഡ് യൂണിറ്റ് ആണ് അല്ലേ. നെറ്റ്വർക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത ചാപ്റ്റർ ആണ് സിഗ്നൽസ് വരുന്നത്. സോ ഈ സിഗ്നൽസിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യത്തെ ഒരു 80% ഓഫ് സ്റ്റഫ് എന്ന് പറയുന്നത് we deal with signals and different types of systems and its transforms അല്ലേ. നമ്മൾ ഫോറിയർ നോക്കി, ലാപ്ലാസ് നോക്കി, Z ട്രാൻസ്ഫോം, DTFT, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നാളായിട്ട് പഠിച്ചു നിർത്തിയത്. അപ്പോൾ ഇനി നമ്മൾക്ക് പഠിക്കാൻ പോകുന്നത് അടുത്ത ബാക്കി ഒരു 20% ഓഫ് സ്റ്റഫ് ആണ് ഇൻ ദ സിഗ്നൽ ചാപ്റ്റർ. ദാറ്റ് ഇസ് അബൌട്ട് ദി സബ്ജക്ട് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസിംഗ്, DSP ആണ്. സോ ഈവൻ നിങ്ങളുടെ യൂണിവേഴ്സിറ്റീസിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഇൻഡിപെൻഡന്റ്ലി വേറൊരു സബ്ജക്റ്റ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും DSP എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ ഗേറ്റിനെ സംബന്ധിച്ച് ഇറ്റ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് സിഗ്നൽസ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ അകത്ത് എന്തൊക്കെ പഠിക്കണം? DSPയില് വി സ്റ്റാർട്ട് വിത്ത് DFT, ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം എന്താ നമ്മൾ പഠിക്കാൻ പോവാണ്, അത് പഠിക്കണം. പിന്നെ ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോംസ് പഠിക്കണം, DIF, DAT ഉണ്ട് അല്ലെ. പിന്നെ നമ്മുടെ ഫിൽട്ടർ ബാങ്ക് തിയറീസ് പഠിക്കണം അല്ലെ. ആൻഡ് വി ലേൺ അബൌട്ട് വിഡിൽ ഫാക്ടർ, ഓൾ ദോസ് അതർ സ്റ്റെപ്സ്. പിന്നെ ഫൈനലി ഒരു ചെറിയ പ്രോസസ്സിനെ പറ്റി നമുക്കൊരു വളരെ ബ്രീഫ് ആയിട്ട് കുറച്ച് പഠിക്കണം. ഓക്കെ, സീരിയൽ ആൻഡ് പാരലൽ ആയിട്ട് നമ്മൾ വരയ്ക്കുന്നത്, ഫിൽട്ടർ ബാങ്ക് ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങളും അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, സോ നമുക്ക് വിൽ സ്റ്റാർട്ട് വിത്ത് ഇറ്റ്. ഓൾറൈറ്റ്, അപ്പോൾ ബൈ ദി എൻഡ് ഓഫ് ദ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് POA ഡിസ്കഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിൽ ഓൾസോ ഡു ദാറ്റ്. ഓൾറൈറ്റ്, അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സ് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ജസ്റ്റ് റിവൈസ് ഓഫ് സ്റ്റഫ്. ഓക്കെ, കാരണം നമ്മൾ നെറ്റ്വർക്ക് തിയറി പഠിച്ച് തീർക്കുന്നുണ്ടെങ്കിൽ പോലും ഇറ്റ്സ് ഓൺലി ഇപ്പം നമ്മുടെ മന്ത് എത്ര ആയിട്ടുള്ളൂ? നമ്മളിപ്പോൾ നോക്കുന്നത് ഓൾമോസ്റ്റ് മിഡിൽ ഓഫ് ഒരു ജൂലൈ ഒക്കെ അല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എക്സാം വരുന്നത് ഫെബ്രുവരിയിലായിരിക്കും. അതായത് ദർ ഇസ് യെറ്റ് മോർ 8 more സബ്ജക്ട്സ് ടു ഗോ ഉണ്ട്. മാത്സ് നമ്മൾ ഓൺഗോയിങ് പഠിക്കുന്നുണ്ടല്ലേ. അപ്പൊ എല്ലാ വീക്കും നമുക്ക് മാത്സ് വരുന്നുണ്ട്. മാത്സ് നിങ്ങൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്, നെറ്റ്വർക്കും പഠിക്കുന്നുണ്ട്. പക്ഷേ എന്താണ്, നമ്മൾ അങ്ങോട്ട് പോകുന്തോറും പഴയ പഠിച്ച കാര്യങ്ങൾ മറക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഓൾവേസ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലെക്ചർ ബുക്ക് എടുക്കുക. നെറ്റ്വർക്ക് തിയറിയുടെ ലെക്ചർ ബുക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് നമ്മുടെ ആ ഫോർമുലാസ് എപ്പോഴും മെമ്മറൈസ് ചെയ്ത് പോവാം. മനസ്സിലായോ? അൺടിൽ ഇറ്റ് ഫീഡ്സ് ഇൻ യുവർ ബ്രെയിൻ നമ്മൾ കണ്ടിന്യൂസ്ലി നോക്കി തന്നെ പോവാം. ആൻഡ് സെയിം വേ നമ്മൾ പഠിക്കുന്ന 10 സബ്ജക്റ്റിന് നിങ്ങൾ 10 ലെക്ചർ ബുക്ക് തന്നെ കീപ്പ് അപ്പ് ചെയ്ത് വെച്ച് തന്നെ പോകണം. ആൻഡ് ഫൈനലി എക്സാം ടൈമിൽ നമുക്ക് ആദ്യം തൊട്ടൊന്ന് റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒട്ടും ടൈം കിട്ടത്തില്ല. സോ ഈ കീ നോട്ട് വെച്ച് അതിലുള്ള റിവിഷൻ വെച്ചിട്ട് അതിന്റെ ഫോർമുലാസ് റിവൈസ് ചെയ്ത് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. ഓക്കെ, സോ അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവാം. ഓൾറൈറ്റ്, അപ്പോൾ നമ്മുടെ കോഴ്സ് ആസ് യു നോ ഇറ്റ്സ് അവൈലബിൾ ഇൻ Crackit App by Excellence Academy, which is available in Android app and നമ്മുടെ എന്താണ് ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്, വെബ്സൈറ്റ് ആയിട്ട് അവൈലബിൾ ആണ്. ജസ്റ്റ് Crackit App by Excellence Academy ഗൂഗിൾ ചെയ്താൽ മതി, നമുക്ക് വെബ്സൈറ്റ് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിൽ എക്സ്പ്ലോർ മൈ കോഴ്സസിൽ പോയാൽ നമ്മുടെ GATE 2027 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇന്റഗ്രേറ്റഡ് ഇൻസ്ട്രുമെന്റേഷൻ കോഴ്സ് കാണാൻ പറ്റും. ഓക്കെ, സോ ഈ കോഴ്സ് ഇസ് ഇന്റൻഡഡ് ഫോർ ബോത്ത് ദി ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ സ്റ്റുഡൻസ്. ഓക്കെ, ആൻഡ് അപ്പൊ നമുക്ക് ഇവിടെ വിൽ സ്റ്റാർട്ട് വിത്ത് ദി ലെക്ചർ 1 ഓഫ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസിംഗ്. ബേസിക്കലി എന്താണ് ഒരു DSP? നമ്മൾ ഇനീഷ്യലി ജസ്റ്റ് അസ്യൂം ദാറ്റ് നമുക്കൊരു അനലോഗ് സിഗ്നൽ ഉണ്ട്. ഓക്കെ, യു തിങ്ക് ദാറ്റ് യു ഹാവ് ആൻ അനലോഗ് സിഗ്നൽ. ഒരു അനലോഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ദിസ് ഇസ് എ കണ്ടിന്യൂസ് ടൈം ഒരു അനലോഗ് സിഗ്നൽ ഉണ്ട്, സംതിങ് വിച്ച് ഗോസ് ലൈക്ക് ദിസ്. മനസ്സിലായോ? അപ്പൊ ഈ സിഗ്നലിനെ എനിക്ക് എന്താ ചെയ്യേണ്ടത്? ഈ സിഗ്നലിനെ എനിക്ക് ഡിജിറ്റൽ സിഗ്നലിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് എനിക്ക് പ്രോസസ്സിങ് ചെയ്യണം. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ആദ്യം ഈ സിഗ്നൽ കിട്ടുന്നതിനെ ഞാനൊരു ആന്റി ഏലിയാസിംഗ് ഫിൽറ്ററിലോട്ട് കൊടുക്കുകയാണ്. ആന്റി ഏലിയാസിംഗ് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് സംതിങ് സിമിലർ ടു എ ലോ പാസ് ഫിൽറ്റർ ആണ്. അതായത് ലോ പാസ് ഫിൽറ്റർ എന്താ ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഗ്രാഫ് ദിസ് ഇസ് ഫ്രീക്വൻസി വേഴ്സസ് നമ്മുടെ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെ. ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ സിഗ്നൽ, ഇപ്പൊ ദിസ് ഇസ് BOT എന്ന് പറഞ്ഞ സിഗ്നൽ ആണെങ്കിൽ ഈ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡാണ് വരയ്ക്കുന്നത്. ലോ പാസ് ഫിൽറ്റർ എന്ത് ചെയ്യും? ലോ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി കാണും. അത് വരെയുള്ള എല്ലാ ലോ ഫ്രീക്വൻസീസിനെ കടത്തിവിടും, ഹയർ ഫ്രീക്വൻസീസിനെ ഒന്നും കടത്തിവിടത്തില്ല അല്ല. അപ്പൊ ഇത്രയും ഫ്രീക്വൻസീസിനെ പാസ് ചെയ്യും, ഇത്രയും പാസ് ചെയ്യാത്തതാണ് ലോ പാസ് ഫിൽറ്റർ. അപ്പൊ ലോ ഫ്രീക്വൻസി സിഗ്നൽസിനെ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്? പാസ് ചെയ്ത് വിടും. ഹൈ ഫ്രീക്വൻസി സിഗ്നൽസിനെ അത് എന്തെയും ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും.
എന്നിട്ട് ആ കിട്ടുന്ന സിഗ്നലിനെ നമ്മളൊരു സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ടിലോട്ട് കൊടുക്കുകയാണ്. സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് ബേസിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നറിയാവോ? ഇറ്റ് പ്രൊഡ്യൂസ് സംതിങ് കൈൻഡ് ഓഫ് ഒരു സ്റ്റെയർ കേസ് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. എന്ന് വെച്ചാൽ ബേസിക്കലി ഇത് ചെയ്യുന്നത് സാമ്പിളിംഗ് ആണ്. മനസ്സിലായി? ഇറ്റ് ഡസ് എ പ്രോസസ് ഓഫ് സാമ്പിളിംഗ്. അതായത് ഈ കിട്ടുന്ന കണ്ടിന്യൂസ് സിഗ്നലിനെ ഇത് പ്രൊഡ്യൂസ് ചെയ്ത് ഒരു സ്റ്റെയർ കേസ് സംതിങ് ഫോം ഓഫ് സിഗ്നൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായി? സാമ്പിൾ ചെയ്തിട്ട് സ്റ്റെയർ കേസ് ഫോമിലോട്ട് ആക്കിയിട്ട് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിലോട്ട് കൊടുക്കും, ADC. അതെന്ത് ചെയ്യും? ഈ അനലോഗ് സിഗ്നലിനെ കംപ്ലീറ്റ്ലി ഡിജിറ്റൈസ് ചെയ്യും. മനസ്സിലായോ? ഡിജിറ്റൈസ് ചെയ്തിട്ട് ആ ഡിജിറ്റൽ സിഗ്നൽ ഇവിടെ കിട്ടുന്നതിനെയാണ് ഞാൻ എൻ്റെ മെയിൻ ഒരു ഹാർട്ട് ഓഫ് DSP എന്ന് പറയുന്നതാണ് ഒരു കോർ പ്രോസസർ പറയുന്നത്. ഒരു എക്സാമ്പിൾ ആണ് കണ്ടോ, DSP ഹാർഡ്വെയർ, TMS, ഇങ്ങനൊരു കോഡ് കാണും. ഇങ്ങനത്തെ ഹാർഡ്വെയർസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇങ്ങനൊരു ഹാർഡ്വെയറിലോട്ടാണ് ഇതിനെ ഞാൻ ഫീഡ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ കിട്ടുന്ന DSPയുടെ ഔട്ട്പുട്ട് എന്താണ്? ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെ പ്രോസസ്സിംഗ് ചെയ്യണോ അതൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ പ്രോസസ്ഡ് സിഗ്നൽ ആയിരിക്കും എനിക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്, വിച്ച് ഇസ് ഓൾസോ ഇൻ ഡിജിറ്റൽ ഫോമാറ്റ് ആയിരിക്കും. ആ സിഗ്നലിനെ ഞാനൊരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിലോട്ട് കൊടുക്കുമ്പോൾ തിരിച്ചെന്ത് കിട്ടും? ഡിജിറ്റലിനെ അനലോഗ് ആക്കി ഇവിടെ എനിക്ക് കിട്ടുന്നുണ്ട്. മനസ്സിലായോ? ദാറ്റ് ഈസ് ഗിവൺ ടു എ റീകൺസ്ട്രക്ഷൻ ഫിൽട്ടർ. വാട്ട് ഈസ് എ റീകൺസ്ട്രക്ഷൻ ഫിൽട്ടർ? റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത് നമുക്ക് ഇവിടെ കിട്ടിയ അനലോഗ് സിഗ്നലിനെ ബാക്ക് ടു നമ്മുടെ ഒറിജിനൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് YOTയിൽ ചെയ്യുന്നതാണ് റീകൺസ്ട്രക്ഷൻ. എന്ന് വെച്ചാൽ നമ്മൾ സാമ്പിൾ ചെയ്യുന്ന സമയം നമ്മൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമിൽ എപ്പോഴും പഠിക്കും, നമുക്ക് ഇനീഷ്യലി സാമ്പിളിംഗ് കാണും, ഫൈനലി നമുക്ക് റീകൺസ്ട്രക്ഷനും കാണും, അല്ലെ? ആ പ്രോസസ് ആണ് ബേസിക്കലി ഇവിടെ എൻ്റെ അടുത്ത് നടക്കുന്നത്, സാമ്പിളിംഗ് ആൻഡ് റീകൺസ്ട്രക്ഷൻ. അത്രേ ഉള്ളൂ. സോ ഈ ഇൻ ബിറ്റ്വീൻ നടക്കുന്ന ഈ DSP പ്രോസസർ ഇല്ലേ, അതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്, DSP എന്ന് പറഞ്ഞ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ആക്ച്വലി പഠിച്ചു തുടങ്ങുന്നത് തന്നെ അബൌട്ട് ദി DFT എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോമിനെ പറ്റിയാണ്. ഓക്കെ, അപ്പൊ ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോമിനെ പറ്റി അറിയണമെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ പറയുന്ന DFT പഠിക്കുന്നതെന്ന് ആദ്യം അറിയണം. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ്, നമ്മൾ സിഗ്നൽസ് പഠിക്കുമ്പോൾ നിങ്ങൾ ഒത്തിരി ട്രാൻസ്ഫോംസ് പഠിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് റാൻഡംലി ചുമ്മാ ഒരു Z ട്രാൻസ്ഫോം എടുത്തിട്ട് അത് മാത്രം പഠിച്ചാൽ സിഗ്നൽസ് ആവത്തില്ല. അങ്ങനെ നമുക്ക് ഒരിക്കലും വിചാരിക്കാൻ പോലും പറ്റത്തില്ല. എന്താണെന്നറിയോ? കാരണം ട്രാൻസ്ഫോംസ് പഠിക്കുന്നതിന് ഒരു മീനിങ് ഉണ്ട്. കാരണം ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഫൊറിയർ ട്രാൻസ്ഫോം. ഫൊറിയറിൽ നിന്ന് ലാപ്ലാസിലോട്ട് പോകാൻ റീസൺ ഉണ്ട്. ആദ്യം ഫൊറിയർ സീരീസ് ഉണ്ടല്ലേ, ഫൊറിയർ സീരീസ് ഇസ് ആപ്ലിക്കബിൾ ഫോർ എന്താണ്? പീരിയോഡിക് സിഗ്നൽ. നോൺ പീരിയോഡിക് വരുമ്പോഴും അത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫൊറിയറിലോട്ട് പോകുന്നത്. ഫൊറിയറിൽ നിന്ന് ലാപ്ലാസിൽ പോകാൻ കാരണമുണ്ട്. ലാപ്ലാസിൽ നമ്മൾ അത്രയാകുമ്പോൾ കണ്ടിന്യൂസ് ആവും. പിന്നെ Z ട്രാൻസ്ഫോം ഉണ്ട്. Z ട്രാൻസ്ഫോമിന് DTFT പോകാൻ കാരണമുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ ഒരു റീസൺസ് ഉണ്ട്, അല്ലെ? അപ്പൊ ആ ഓർഡറിൽ പഠിച്ചു വന്നാലേ നിങ്ങൾക്ക് ഇത് തമ്മിലുള്ള കണക്ഷൻ മനസ്സിലാവും. അല്ലാണ്ട് റാൻഡംലി യു ക്യാൻ ജസ്റ്റ് പിക്ക് ഔട്ട് എ സിഗ്നൽ ആൻഡ് ലേൺ അബൌട്ട് ഇറ്റ്. മനസ്സിലായോ? യു ക്യാൻ പിക്ക് ഔട്ട് എ ട്രാൻസ്ഫോം ആൻഡ് ലേൺ അബൌട്ട് ഇറ്റ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ ഇതുവരെ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? DTFT. അപ്പൊ അവിടെ നിങ്ങോട്ടുള്ള കണക്ഷൻ നമുക്ക് ഇനി എന്ത് ചെയ്യണം? നേരത്തെ പഠിച്ചതുപോലെ തന്നെ പഠിക്കാം. ഓക്കെ, DTFT എന്ന് പറയുന്ന സിഗ്നൽ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? DTFT നമ്മളിപ്പോ ഈ DTFT ആയാലും നമ്മുടെ Z ട്രാൻസ്ഫോം എല്ലാം വരുന്നത് എന്ത് കാറ്റഗറിയിലാണ്? ഇറ്റ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് എ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ, അല്ലേ? കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാനാണ് ഈ ഫൊറിയർ ട്രാൻസ്ഫോം, ലാപ്ലേസ് ട്രാൻസ്ഫോം ഉള്ളത്. പക്ഷേ ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആണ് എനിക്കുള്ളതെങ്കിൽ ആ സിഗ്നലിൽ ഞാൻ X of n എന്ന് പറയാറുണ്ടല്ലേ. X of n is a sequence which goes something like this, 0 1 2 3 എന്ന് പറയാം, അല്ലെ? ഇതാണ് ഒരു സീക്വൻസ്. അപ്പൊ ഇങ്ങനെ ഒരു സീക്വൻസ് ഉണ്ടെങ്കിൽ ഈ സീക്വൻസിന്റെ ഡിസ്ക്രീറ്റ് ടൈം ഫൊറിയർ ട്രാൻസ്ഫോം, മനസ്സിലായോ? ഡിസ്ക്രീറ്റ് ടൈം ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഓഫ് ദ ഫോർമുല, ഇപ്പൊ നമുക്ക് X of n എന്നൊരു സീക്വൻസ് ഉണ്ടെങ്കിൽ സമ്മേഷൻ ഓഫ് X of n ഇൻറ്റു e⁻ j omega n ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? യു ഗെറ്റ് X of omega. മനസ്സിലായി? n ranges from all ranges of value for n. മനസ്സിലായി? രണ്ട് എക്സ്ട്രീമിലും -∞ +∞. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? X of omega. അതായത് ഈ ഓരോ this is X of 0, X of 1, X of 2, X of 3, അല്ലെ? ഓരോ വാല്യൂസ് എടുത്ത് e⁻j omega n ഇട്ട് സമ്മേഷൻ ഓർ ഓൾ ദ വാല്യൂസ് എടുക്കുമ്പോഴാണ് X of omega കിട്ടുന്നത്. അങ്ങനെ കിട്ടിയ ഈ X of omega എന്ന് പറയുന്നത് ബേസിക്കലി ഈവൻ ദോ X of n is a ഡിസ്ക്രീറ്റ് സിഗ്നൽ ആണെങ്കിൽ പോലും, അല്ലെ, നമ്മുടെ X of omega എന്ന് പറയുന്ന സിഗ്നൽ എന്താണ്? സിൻസ് നമുക്ക് e⁻j omega എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ടേം അല്ലേ, ദിസ് ഇസ് ആക്ച്വലി കോംപ്ലക്സ് ടേം ആണ് വിച്ച് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് എങ്ങനെയാണ്? കോസ് ഓഫ് സംതിങ് തീറ്റ. ഇപ്പൊ e⁻j തീറ്റ ആണെങ്കിൽ കോസ് തീറ്റ പ്ലസ് j സൈൻ തീറ്റ മൈനസ് j തീറ്റ, അല്ലെ? മൈനസ് j തീറ്റ എന്ന് എഴുതാൻ പറ്റും, വിച്ച് ഇസ് എ കോംപ്ലക്സ് നമ്പർ ആണ്. മനസ്സിലായോ? സോ അതിന്റെ പ്രസൻസ് ഉള്ളത് കാരണം ഈ X of omega എന്ന് പറയുന്നത് എന്താവും? ദിസ് ബിക്കംസ് എ കണ്ടിന്യൂസ് ഫോം ഓഫ് സിഗ്നൽ ആവും. മനസ്സിലായോ? സോ ഈവൻ ദോ വി ഓപ്പറേറ്റ് വിത്ത് എ ഡിസ്ക്രീറ്റ് സീക്വൻസ് ആയാലും ഇതിന്റെ DTFT എഴുതുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? X of omega ആണ്. കണ്ടോ?
എക്സ് ഓഫ് എൻ ഡിസ്ക്രീറ്റ് ആണ്, പക്ഷേ ഒമേഗ എന്ന് പറഞ്ഞ ടേം കണ്ടിന്യൂസ് ആണ്. ആ ഒമേഗ എന്ന് പറയുന്ന ഈ ടേമിന്റെ വാല്യൂ റേഞ്ച് ചെയ്യുന്നത് 0 to 2π ഇടയിലാണ്. അതുകൊണ്ട് എക്സ് ഓഫ് ഒമേഗ എന്ന് പറയുന്ന DTFT ടേം വി ഗെറ്റ് ഇസ് കണ്ടിന്യൂസ് ആൻഡ് ഇറ്റ് ഹാസ് ഇൻഫിനിറ്റ് മെനി വാല്യൂസ്. ഒരു സിഗ്നൽ കണ്ടിന്യൂസ് ആകുമ്പോൾ തന്നെ അതിന് ഇൻഫിനിറ്റ്ലി മെനി വാല്യൂസ് ഉണ്ട്, ഓബിയസ്ലി, റൈറ്റ്? അപ്പൊ അങ്ങനെ ഇവിടെ നോക്കി സമ്മേഷൻ n equal to -infinity to +infinity വരെ ആക്കുന്ന സമയത്ത് ഒമേഗയുടെ വാല്യൂ റേഞ്ച് ഫ്രം 0 to 2π. അപ്പൊ എത്ര നമ്പർ ഓഫ് വാല്യൂസ് നമുക്ക് കിട്ടുന്നേ? അല്ലെ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കമ്പ്യൂട്ടേഷൻസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായി? ഇവിടെ സമ്മേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. സമ്മേഷൻ മീൻസ് എന്താണ്? അഡീഷൻസ്. ഇവിടെ എക്സ് ഓഫ് എൻ ഇൻറ്റു ഇ പവർ ചെയ്യുന്നുണ്ട്, ദാറ്റ് ഇസ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് ഇവിടെ നമുക്ക് ഒത്തിരി നമ്പർ ഓഫ് അഡീഷൻസും ചെയ്യേണ്ടി വരും, ഒത്തിരി നമ്പർ ഓഫ് മൾട്ടിപ്ലിക്കേഷൻസ് ചെയ്തു വരും. മനസ്സിലായോ? അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ നമ്പർ ഓഫ് കമ്പ്യൂട്ടേഷൻസ് ചെയ്യുന്നത് ഒത്തിരി കൂടുതലാണ്. നമ്മൾ എപ്പോൾ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്താലും വി ഷുഡ് എയിം ദാറ്റ് ആ സിസ്റ്റമിന്റെ കോംപ്ലക്സിറ്റി കുറവാണ്. കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും, ഇത് ബിഗ് O എന്നൊക്കെ പറയും. മനസ്സിലായി? ബിഗ് O ഓഫ് n എന്ന് പറയുന്നത് റെപ്രസെന്റ്സ് ദ കോംപ്ലക്സിറ്റി ഓഫ് എ ഫംഗ്ഷൻ. മനസ്സിലായോ? കോംപ്ലക്സിറ്റി ഓഫ് എനി സിസ്റ്റം എന്ന് പറയും. അപ്പൊ ഇവിടെ സപ്പോസ് ഇങ്ങനെ പറഞ്ഞാൽ, അതായത് എനിക്ക് n നമ്പർ ഓഫ് അഡീഷൻ ഉണ്ട് ആൻഡ് n നമ്പർ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ആ സിസ്റ്റമിന്റെ കോംപ്ലക്സിറ്റി ഓഫ് n² എന്ന് പറയുന്നത്. മനസ്സിലായോ? ദിസ് O എന്ന് പറയുന്ന സംഭവമാണ് കോംപ്ലക്സിറ്റി ഓഫ് എ സിസ്റ്റം ഡിഫൈൻ ചെയ്യുന്നത്. കോംപ്ലക്സിറ്റി മീൻസ് എന്താണ്? കമ്പ്യൂട്ടേഷൻ. മനസ്സിലായോ? കമ്പ്യൂട്ടേഷൻ റിക്വയർഡ് ഫോർ എ സിസ്റ്റം ആണ് ഈ നമ്മുടെ ബിഗ് O അല്ലെങ്കിൽ കോംപ്ലക്സിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടുത്തെ കേസിൽ നമുക്ക് ഇത്രയും നമ്പർ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമ്മുടെ കോംപ്ലക്സിറ്റി ഇത്രയും കൂടി പോകുന്നു, ഇത്രയും കമ്പ്യൂട്ടേഷൻ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ എപ്പോഴും എയിം ചെയ്യേണ്ടത് ആ സിസ്റ്റമിന്റെ കോംപ്ലക്സിറ്റി കുറഞ്ഞിരിക്കണം എന്നാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻസ് കുറയ്ക്കണം, എന്നിട്ട് വി ഷുഡ് ഗെറ്റ് എ മാക്സിമം എഫിഷ്യൻസി. മനസ്സിലായോ? അതുകൊണ്ട് നമുക്ക് DTFT ചെയ്യുന്നതിന് പകരം DTFT എന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും കമ്പ്യൂട്ടേഷൻസ് ചെയ്യുന്നതിന് പകരം മിനിമം നമ്പർ ഓഫ് കമ്പ്യൂട്ടേഷൻസ് ചെയ്ത് തന്നെ ഇതിന്റെ ഇതേ എഫക്റ്റീവില് നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിലോട്ട് പോകുന്നത്? DFT-യിലോട്ട് പോകുന്നത്. മനസ്സിലായോ? കാരണം DFT-യിൽ ഇത്രയും കമ്പ്യൂട്ടേഷൻ ചെയ്താൽ നമുക്ക് ഇത്രയും വാല്യൂസ് കിട്ടുകയല്ലേ, n² നമ്പർ ഓഫ് വാല്യൂസ് ഔട്ട്പുട്ട് കിട്ടുകയാണ്. ഇത്രയും ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും മെമ്മറി വേണ്ടി വരും സിസ്റ്റമില്. അപ്പൊ അത് തന്നെ ഒരു ഇൻഫിനിറ്റ് മെമ്മറി നമുക്ക് വേണ്ടി വരും. സോ ദാറ്റ് ഇസ് ആക്ച്വലി അൺനെസസറി സ്പേസ് വേസ്റ്റേജ് ആണ്. മനസ്സിലായോ? സോ യു നീഡ് അത്രയും ഇൻഫിനിറ്റ് മെമ്മറി വേണ്ടി വരും, ഇൻഫിനിറ്റ് കമ്പ്യൂട്ടേഷൻ വേണ്ടി വരും ടു റെപ്രസെന്റ് എൻ എക്സ് ഓഫ് ഒമേഗ ഫോർ എ പർട്ടിക്കുലർ സീക്വൻസ് എക്സ് ഓഫ് എൻ. മനസ്സിലായോ? അതായത് ഒരു സിമ്പിൾ ഒരു കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞുതരാം. സി സംതിങ് ലൈക്ക് ദിസ്. അതായത് നിങ്ങൾക്ക് ഇപ്പൊ സംതിങ് ലൈക്ക് നമ്മൾ നോക്കുന്ന എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന നമ്മുടെ സെറ്റില്ലേ, സീക്വൻസില് 1024 നമ്പർ ഓഫ് സാമ്പിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് വെച്ചിട്ട് നിങ്ങൾ എക്സ് ഓഫ് ഒമേഗ കണ്ടുപിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് എത്ര കമ്പ്യൂട്ടേഷൻസ് വേണ്ടി വരും എന്നറിയാവോ? യു വിൽ നീഡ് സംതിങ് അറൌണ്ട് 1 മില്യൺ നമ്പർ ഓഫ് കമ്പ്യൂട്ടേഷൻസ് വേണ്ടി വരും. സോ ദാറ്റ് ഇസ് വെരി ഹ്യൂജ്. അതുകൊണ്ടാണ് നമ്മൾ DTFT പ്രാക്ടിക്കലി യൂസ് ചെയ്യാണ്ട് DFT യൂസ് ചെയ്യുന്നത്. സോ DFT സംതിങ് ലൈക്ക് എന്താണ്, ഒരു സൂപ്പർ പ്രോസസ്സറാണ്. DTFT ചെയ്യുന്നതിന് പകരം നമ്മൾ അതേ സാധനം സ്പീഡിൽ ചെയ്യുന്ന ഒരു സംഭവമാണ് DFT എന്ന് പറയുന്നത്. ക്ലിയർലി? ഓക്കെ. സോ ദാറ്റ് DFT is a super processing unit for DTFT. And another one very important perspective is that നമ്മൾ DTFT ചെയ്ത് കിട്ടുന്ന എക്സ് ഓഫ് നമ്മുടെ ഒമേഗ എന്ന് പറയുന്ന സിഗ്നൽ ഇല്ലേ, ദാറ്റ് ഇസ് കണ്ടിന്യൂസ് ഇൻ നേച്ചർ ആണ്. അതെങ്ങനെയാ? ഇവിടെ നോക്കിയാൽ മതി. ദിസ് ഇസ് എ മാറ്റ്ലാബ് ഔട്ട്പുട്ട് ഫയൽ ആണ്. നമ്മുടെ ഇവിടെ കണ്ടോ, ഈ കാണുന്ന ഈ ബ്ലൂ ലൈൻ ഇല്ലേ, ഇതില്ലേ, ദിസ് ഇസ് ആക്ച്വലി എന്താണ്, നമ്മുടെ DTFT ആണ്. മനസ്സിലായോ? പക്ഷേ ഇവിടെ തന്നെ ഇത് ഒരേ സീക്വൻസിനാണ്. എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഒരു സീക്വൻസ് എടുത്തിട്ട് അതിന്റെ DTFT പ്ലോട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ പോയത്, കണ്ടിന്യൂസ് അല്ലേ. പക്ഷെ DFT പ്ലോട്ട് ചെയ്തപ്പോൾ നോക്കിയേ, ദിസ് ഇസ് ദ DTFT. അതിന്റെ മീനിങ് എന്താണ്? ഡിസ്ക്രീറ്റ് ആയി അല്ലേ. മറ്റത് കണ്ടിന്യൂസ് ഇൻ ടൈം ആയിരുന്നു, മറ്റത് കണ്ടിന്യൂസ് ഇൻ എന്തായിരുന്നു, ആംപ്ലിറ്റ്യൂഡ് ആയിരുന്നു. പക്ഷെ ഇവിടെ എന്ത് പറ്റി? അത് ഡിസ്ക്രീറ്റ് ആയിട്ട് മാറി. ദാറ്റ് ഇസ് ദ അഡ്വാൻറ്റേജ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് DFT ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുന്നത്? വി ഗെറ്റ് എക്സ് ഓഫ് കെ എന്ന് കിട്ടും. നമുക്ക് എക്സ് ഓഫ് കെ എന്ന് കിട്ടും എന്ത് യൂസ് ചെയ്യുമ്പോൾ? DFT യൂസ് ചെയ്യുമ്പോൾ. അത് കാരണം വി ഗെറ്റ് എ ഡിസ്ക്രീറ്റ് സിഗ്നൽ ആയിരിക്കും കിട്ടുന്നത്. ക്ലിയർ അല്ലേ? സോ ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദ കേസ് ഓഫ് DFT. ഓൾറൈറ്റ്. അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സി DFT സാമ്പിൾസ് ദ DTFT. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് DFT എന്ന് പറയുന്ന കണ്ടിന്യൂസ് ആ ഒരു സിഗ്നലിൽ നിന്ന് അവിടെ ആയിട്ട് ഓരോ പോയിന്റ് ഓഫ് ഫ്രീക്വൻസിയിൽ നമ്മൾ എന്തെടുക്കുന്നുണ്ട്? കുറച്ച് സാമ്പിൾസ് എടുക്കുന്നുണ്ട്. ആ കുറച്ച് സാമ്പിളിനെ നമ്മൾ എന്ത് പറയുന്നത്? DFT എന്ന് പറയുന്നത്. അതായത് DTFT എന്ന് പറയുന്ന സിഗ്നലിൽ നിന്ന് ഞാൻ അവിടെ ഓരോ പോയിന്റ്സ് ഡേറ്റ കളക്ട് ചെയ്തെടുക്കുന്നതാണ് DFT എന്ന് പറയുന്നത്. സോ സാമ്പിളിങ് DTFT സിഗ്നൽ, യു വിൽ ഗെറ്റ് എ DFT സിഗ്നൽ എന്നല്ല മീനിങ് വരുന്നേ. മനസ്സിലായോ? സി DFT samples DTFT at n uniformly spaced points.
n നമ്പർ ഓഫ് സാമ്പിളിംഗ് പോയിന്റ്സിൽ കിട്ടുന്നതാണ് അറൌണ്ട് ദ ഒമേഗ ആക്സിസ്. മനസ്സിലായി? നമ്മൾ എല്ലാ ഒമേഗയുടെ വാല്യൂ 0 to 2π എടുക്കുന്ന വാല്യൂയിലും നമ്മൾ എടുത്ത് കണ്ടിന്യൂസ് പ്ലോട്ട് ചെയ്യാണ്ട് നമ്മൾ അവിടെ നിന്ന് ഓരോ n ഇന്റർവെല്ലിലും നമ്മൾ ഡേറ്റ സാമ്പിൾ കളക്ട് ചെയ്ത് മാർക്ക് ചെയ്യുന്നതാണ് DFT ചെയ്യുന്നത്. ഓക്കെ, അതായത് DTFT നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഒമേഗ എന്ന് പറയുന്ന ആക്സിസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ഒമേഗയെ ഡിസ്ക്രീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങനെ വരുന്നത് എക്സ് ഓഫ് ഒമേഗയ്ക്ക് പകരം നമ്മൾ എക്സ് ഓഫ് കെ എടുക്കുന്നുണ്ട്. വേർ ഒമേഗ ഇസ് കണ്ടിന്യൂസ്, പക്ഷെ കെ ഇസ് എന്താണ്? ഡിസ്ക്രീറ്റ് ആണ്. കെയുടെ വാല്യൂ ഗോസ് ഫ്രം 0, 1 to etc. അങ്ങനെയാണ് DFT ആയിട്ട് കംപ്ലീറ്റ്ലി മാറുന്നത്. അപ്പൊ നമുക്ക് ഇപ്പം DFTയിലോട്ട് എത്തുമ്പോൾ നമുക്ക് വി ഹാവ് എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് നമ്പർ ഓഫ് n കോംപ്ലക്സ് നമ്പേഴ്സ് കിട്ടും. ഇനി അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും നോക്കിയേ. ഓക്കെ, അപ്പൊ ദിസ് ഇസ് അഗെയിൻ നമ്മുടെ ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ തന്നെയാണ്. യു കെൻ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഓൾറൈറ്റ്, നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് DSP ചിപ്സിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നോക്കിയേ. അപ്പൊ നമുക്ക് കറക്റ്റ് ഈ DTFTയുടെയും DFTയുടെയും ഈ ഡിഫറൻസിയേഷൻ നോക്കാം. ഐ മീൻ ഈ ക്ലാസിഫിക്കേഷൻ നോക്കി തന്നെ മുന്നോട്ട് പോകണം. ഓക്കെ, DFT ചെയ്യുമ്പോൾ പ്രത്യേകം നോക്കിയോ. DFT converts a continuous function of omega to a discrete function of k. First point. Samples a DTFT at a signal at n uniform intervals ചെയ്ത് sampled signals ആണ് DFT കിട്ടുന്നത്. The samples are represented by x of k, where k is discrete in nature. And DFT is basically nothing but a sequence. X of k എന്ന് പറയുന്നത് again a sequence ആണ്. X of n എന്ന് പറയുന്ന സീക്വൻസ് കൊടുക്കുന്നത് കാരണം I am getting a sequence itself ആണ് DFTയിൽ നടക്കുന്നത്. This will be x of 0, we get x of 1, അങ്ങനെ കിട്ടും. ക്ലിയർ? അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇക്വേഷൻ പ്രകാരം നോക്കാം അല്ലെ. അപ്പൊ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം ഇനി ഒഫീഷ്യലി കയറിയിരിക്കുകയാണ്. അപ്പൊ ഇനി ഇക്വേഷൻ പ്രകാരം നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞ ഒരു നമുക്കൊരു DTFT കിട്ടിയാൽ ആ DTFTനെ നമ്മൾ ഓരോ ഫ്രീക്വൻസീസിലല്ല സാമ്പിൾ ചെയ്യുന്നത് അല്ലെ, n ഇന്റർവെൽസിലുള്ള ഓരോരോ ഫ്രീക്വൻസി. അതായത് ഇപ്പൊ ഇത് ഫ്രീക്വൻസി ആക്സിസ് ആണെങ്കിൽ ആദ്യം ഈ ഫ്രീക്വൻസിയിൽ സാമ്പിൾ ചെയ്തു, എന്നിട്ട് ഒരു n ഇന്റർവെൽ കഴിഞ്ഞ് അടുത്ത ഫ്രീക്വൻസിയിൽ സാമ്പിൾ ചെയ്തു, n ഇന്റർവെൽ കഴിഞ്ഞ് അടുത്ത ഫ്രീക്വൻസി സാമ്പിൾ ചെയ്തു, ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പോ ഈ ഫ്രീക്വൻസി ഏതൊക്കെ ഫ്രീക്വൻസിയിലാണ് സാമ്പിൾ ചെയ്യുന്നത് ആ ഇക്വേഷൻ ആണ് ഇവിടെ ഇട്ടേക്കുന്നത്. കണ്ടോ? ദാറ്റ് ഇസ് WK. K എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ x of k പറയുന്ന ഡിസ്ക്രീറ്റ് വാല്യൂ ആണ്. വിൽ ബി ഈക്വൽ ടു 2πk by n എന്ന് പറയുന്നതാണ് വരുന്നത്. സോ ദാറ്റ് ഇസ് എ സാമ്പിളിംഗ് ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസി നമ്മൾ സാമ്പിൾ ചെയ്ത് അവിടുത്തെ ഡേറ്റയാണ് എടുക്കുന്നത്. മനസ്സിലായോ? ആൻഡ് സ്കെയുടെ വാല്യൂ 0, 1 to 3 മാറ്റി പോയാൽ അത്രയും നമ്പർ ഓഫ് സാമ്പിൾസ് കിട്ടും. ഇപ്പൊ ഡബ്ല്യൂയുടെ വാല്യൂ 3 ആണെങ്കിലോ 0, 1, 2, 3 4 വാല്യൂസ് ഓഫ് ഒമേഗ കിട്ടും. അതായത് 4 സാമ്പിൾസ് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി DFT is a sequence of n samples of the DTFT. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി നമ്മുടെ DFT പറയുന്ന സമയത്ത് നമ്മൾ അതിനെ n point DFT എന്ന് പറയുന്നത്. കാരണം n സാമ്പിൾസ് അല്ലേ വരുന്നത്. സോ ഇറ്റ് ഇസ് കോൾഡ് ആസ് n point DFT. അപ്പൊ n point DFT ആയിരിക്കും അതിന്റെ എക്സ്പ്രഷൻ നോക്കേ. x of k given x of n സീക്വൻസ് ആണെങ്കിൽ സമ്മേഷൻ n ranges from 0 to n minus 1 വരെ പോകും. 0 to n minus 1 വരെ പോകും. e raised to minus j 2πkn by n, that is x of k will be equal to summation n equal to 0 to n minus 1 of x of n times e raised to minus j 2π k small n by capital N. Clear alle? Where this k value ranges from 0, 1, 2, 3 except n minus 1. Small n also ranges in the same way. 0, 1, 2, 3 except n minus 1. n എന്ന് പറയുന്നത് എന്താണ്? is a number of sample. അതിപ്പോ n point DFT 3 point ആണെങ്കിൽ 3 വരും, 4 point ആണെങ്കിൽ 4 വരും. ബേസിക്കലി നമ്മൾ 2 ഉം 4 ഉം വെച്ചാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കിയോ. അപ്പോൾ ദിസ് ഇസ് വൺ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ 4 point DFT ഓഫ് ദ സീക്വൻസ് ഗിവൻ അല്ലെ. നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. x of n equal to 1, 2, 3 തന്നിട്ടുണ്ട്. ഓക്കെ, 3 സാമ്പിൾസ് അതിന്റെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് 4 point DFT കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുക. അപ്പൊ എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്ക് തന്നേക്കുന്നത് x of n എഴുതിയിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 4 point DFT ആയതുകൊണ്ട് n ന്റെ വാല്യൂ 4 ആണ്. n equal to 4 ആണ് 4 point DFT. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് 4 point DFT കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആക്ച്വലി എക്സ്പെക്ട് ചെയ്യേണ്ടത് നമ്മുടെ DFT എന്ന് പറയുന്നത് വിൽ ഗെറ്റ് x of k വിൽ ബി ഈക്വൽ ടു x of 0, x of 1, x of 2 ആൻഡ് x of 3. അങ്ങനെ 4 സാമ്പിൾസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ 4 സാമ്പിൾസ് എനിക്ക് വേണമെങ്കിൽ ആക്ച്വലി എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? x of n 4 ടേംസ് വേണ്ടേ? പക്ഷെ നമുക്കിവിടെ 3 തന്നെ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫസ്റ്റ് ടേം ആണ് x of 0, സെക്കൻഡ് ടേം ആണ് x of 1, മൂന്നാമത്തെ ടേം ആണ് x of 2, നാലാമത്തെ ടേം x of 3. നമുക്ക് 0, അതായത് 0 പാഡിങ് ചെയ്യാം. അവസാന ഒരു വാല്യൂ 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? വി യൂസ് ദ n point DFT ഇക്വേഷൻ അല്ലെ. x of n e raised to minus j 2πkn by n. ഇതിൽ ഡിവൈഡ് ബൈ n ന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? n equal to 4 അല്ലേ.
അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? e raised to minus j 2 pi k n by 4 ചെയ്യുമ്പോൾ 2 ഉം 4 കൂടെ ക്യാൻസൽ ചെയ്ത് താഴെ 2 ആവില്ലേ? അപ്പൊ അങ്ങനെയാണ് ഇവിടെ കിട്ടിയത്. കറക്റ്റ്? അപ്പൊ ഇനി എന്ത് ചെയ്യാം? വി ക്യാൻ ഫൈൻഡ് വാല്യൂ. അതായത് വി നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഓഫ് 0, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 3. മനസ്സിലായോ? അപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് തന്നെ നമ്മൾ 2 രീതിയിൽ ചെയ്ത് കാണിക്കും. ദിസ് ഇസ് ആക്ച്വലി ദ ലോങ് മെത്തേഡ്. നിങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റീസിൽ പഠിച്ച ക്വസ്റ്റ്യൻ ആ ഒരു അപ്രോച്ചാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ ഈ സെയിം തിങ് ക്യാൻ ബി ഡൺ യൂസിങ് എ വെരി അതർ ഓൾട്ടർനേറ്റീവ് ഷോർട്ട് കട്ട് ഓൾസോ. ഈ ചെയ്യുന്ന ഇത്രയും കമ്പ്യൂട്ടേഷൻ നമുക്ക് ജസ്റ്റ് ഒരു 1 മിനിറ്റിൽ സോൾവ് ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് തിങ് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കോൺസെപ്റ്റ് അറിയണം. ഇങ്ങനെയാണ് ചെയ്യുന്നത് ആക്ച്വൽ മെത്തേഡ് അറിഞ്ഞാലേ അത് നോക്കിയിട്ട് കാര്യമുള്ളൂ. സോ ഫസ്റ്റ് വിൽ ഡു ദിസ് വേ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? എക്സ് ഓഫ് 0 കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ എക്സ് ഓഫ് 0 എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ കെയുടെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ? സോ കെയുടെ വാല്യൂ 0 ആദ്യം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാട്ട് ഇസ് എ ഫോർമുല? ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ലേ? എക്സ് ഓഫ് കെക്ക് വരാം എക്സ് ഓഫ് 0 വിൽ ബി ഈക്വൽ ടു സമ്മേഷൻ n ranges from 0 to n minus 1 അല്ലേ? 4 minus 1 is 3 times x of n into e raised to minus j pi k n by 2 എന്നല്ലേ വരുന്നേ അല്ലേ? ക്യാൻസൽ ആവും. മേലെ 2 താഴത്തെ 4 കൂടെ ക്യാൻസൽ ആയി നമുക്ക് ഇവിടെ ഇങ്ങനെയല്ലേ കിട്ടിയിരുന്നേ അല്ലെ? ഇനി ഇവിടുത്തെ കേസിൽ കെയുടെ വാല്യൂ 0 ആയതുകൊണ്ട് ദിസ് കെയുടെ വാല്യൂ എന്തായിട്ട് മാറും? ദിസ് ബിക്കം 0 ആയിട്ട് മാറും. അതായത് e raised to 0 എന്താണ്? 1 ആണ്. ദാറ്റ് ഇസ് യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് സമ്മേഷൻ എക്സ് ഓഫ് n കിട്ടും ഫ്രം n equal to 0 to 3. അതായത് എക്സ് ഓഫ് എന്നിന്റെ വാല്യൂസ് നമുക്ക് എന്തൊക്കെയാ കിട്ടിയ? 1 2 3 അല്ലേ? എക്സ് ഓഫ് എന്നിന്റെ വാല്യൂ നമുക്ക് 1 2 3 0 ആയിട്ടല്ലേ എടുത്തേ? എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 + 2 + 3 + 0 3 + 3 6 എന്ന് കിട്ടും. അപ്പൊ എക്സ് ഓഫ് 0യുടെ വാല്യൂ കിട്ടി. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യാം? വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് k equal to 1. അപ്പൊ എഗെയിൻ എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് okay, the same way substitute here. That is x of k, that is x of 1 equal to summation of n equal to 0 to n minus 1 3 x of n times e raised to minus j pi k യുടെ വാല്യൂ 1 അല്ലേ? 1 times n by 2 എന്ന് വരും അല്ലേ? അപ്പോൾ ഇനി എന്ത് ചെയ്യാം? n-ന്റെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x of 0 times e raised to എന്താണ്? 0 ആവും, that is 1 plus x of 1 times e raised to എന്താവും? മൈനസ് ജെ പൈ ബൈ 2. കറക്റ്റ് അല്ലേ? പ്ലസ് അടുത്തതോ എക്സ് ഓഫ് 2 ടൈംസ് ഇ റേസ് ടു മൈനസ് ജെ പൈ 2 ടു ക്യാൻസൽ ആവും. പ്ലസ് എക്സ് ഓഫ് 3 ടൈംസ് ഇ റേസ് ടു മൈനസ് ജെ പൈ ബൈ 3 വരും. ഇങ്ങനല്ലേ വന്നേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നോക്കുക. നമുക്ക് ഇവിടെ എന്ത് കിട്ടും? എക്സ് ഓഫ് 0യുടെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത്? 1 അല്ലേ? സോ 1 ടൈംസ് ഇ റേസ് ടു 1 എന്ന് പറയുമ്പോൾ ഇ റേസ് ടു 0 അല്ലേ കിട്ടുന്നത്? ഇത് 0 എന്താണ്? 1 ആണ് അല്ലേ? സോ ദാറ്റ് ഇസ് എക്സ് ഓഫ് 0. എക്സ് ഓഫ് 0യുടെ വാല്യൂ അതുപോലെ തന്നെ കിട്ടും. പ്ലസ് എക്സ് ഓഫ് 1 ടൈംസ് എന്താണ്? ഇ റേസ് ടു മൈനസ് ജെ പൈ ബൈ 2. സി വി നോ ദാറ്റ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ ഇസ് ഈക്വലന്റ് എന്താണ്? കോസ് തീറ്റ മൈനസ് ജെ സൈൻ തീറ്റ അല്ലേ? ഇതാണ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഇവിടുത്തെ കേസിൽ തീറ്റയ്ക്ക് വരുന്നതാണ് പൈ ബൈ 2. ദാറ്റ് ഇസ് കോസ് പൈ ബൈ 2 മൈനസ് ജെ സൈൻ പൈ ബൈ 2 എന്നല്ലേ വരുന്നേ? എങ്ങനെ സോൾവ് ചെയ്യും? ദിസ് ഇസ് കോസ് 90 അല്ലേ? കോസ് 90 ആണ്. മൈനസ് ജെ സൈൻ 90. ഞാൻ പഠിപ്പിച്ചെന്ന ഷോർട്ട് കട്ട് ഓർക്കുന്നുണ്ടോ? എങ്ങനെയാണ് ആംഗിൾ കമ്പ്യൂട്ട് ചെയ്യാൻ എളുപ്പമുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത്? നമ്മൾ സൈൻ ആണെങ്കിൽ ഇങ്ങനെ വിചാരിക്കും, ഇത് 0, ഇത് 90 ഡിഗ്രി, ഇത് 180 ഡിഗ്രി. കൊസൈൻ ആണെങ്കിൽ തിരിച്ച് ഇത് 0 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 180 ഡിഗ്രി. ഇങ്ങനെ ആലോചിക്കുക. കൊസൈൻ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സൈൻ വേണമെങ്കിൽ എന്ത് ചെയ്യണം? സൈൻ 0, സൈൻ 90, സൈൻ 180 ഇങ്ങനെ നോക്കുക. കൊസൈൻ ആണെങ്കിൽ കൊസൈൻ 0, കൊസൈൻ 90, കൊസൈൻ 180 വിചാരിക്കുക. ഇവിടുത്തെ വാല്യൂ എന്താണ്? ഇവിടുത്തെ വാല്യൂ 0 1 0. ഇവിടുത്തെ വാല്യൂ 1 0 മൈനസ് 1. ദാറ്റ് സൈൻ 0 0, സൈൻ 90 1, സൈൻ 180 0. ഇവിടെയോ കോസ് 0 1, കോസ് 90 0, കോസ് 180 മൈനസ് 1. സോ ഈ ഒരു ഓർഡർ മനസ്സിലാക്കി ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, എളുപ്പമാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? കോസ് 90യുടെ വാല്യൂ എന്ത് കിട്ടും? കോസ് 90 എടുക്കുമ്പോൾ ഇവിടെ കോസ് ഓഫ് 90 0 മൈനസ് ജെ സൈൻ 90 എത്രയാണ്? 1. ദാറ്റ് ഇസ് മൈനസ് ജെ എന്ന് കിട്ടും. അതായത് ഇ റേസ് ടു മൈനസ് ജെ പൈ ബൈ 2 വാല്യൂ എത്രയാണ്? മൈനസ് ജെ. സോ ദിസ് ബിക്കംസ് മൈനസ് ജെ എന്ന് കിട്ടും. സെയിം വേ ചെയ്യുക. പ്ലസ് എക്സ് ഓഫ് 2 ഇതേപോലെ കമ്പ്യൂട്ട് ചെയ്തെടുക്കുക. അപ്പൊ യു വിൽ ഗെറ്റ് ഇ റേസ് ടു മൈനസ് ജെ പൈ. അതിന്റെ വാല്യൂ എത്ര കിട്ടും? മൈനസ് 1. സോ യു വിൽ ഗെറ്റ് മൈനസ് 1. അടുത്തത് പ്ലസ് എക്സ് ഓഫ് 3 ടൈംസ് ഇ റേസ് ടു മൈനസ് ജെ പൈ ബൈ 2 എത്ര കിട്ടും? പ്ലസ് ജെ എന്ന് കിട്ടും. മനസ്സിലായോ? ദാറ്റ് ഇസ് എക്സ് ഓഫ് 0യുടെ വാല്യൂ ഇസ് 1 മൈനസ് എക്സ് ഓഫ് 1ന്റെ വാല്യൂ ഇസ് 2 അല്ലേ? സോ മൈനസ് 2j നമുക്ക് കിട്ടും അല്ലേ? മൈനസ് 2j കിട്ടും. മൈനസ് എക്സ് ഓഫ് 2യുടെ വാല്യൂ എത്രയാണ്? 3 അല്ലേ? ദാറ്റ് ഇസ് മൈനസ് 3 കിട്ടും. എക്സ് ഓഫ് 3യുടെ വാല്യൂ 0.
സോ ദാറ്റ് ഈസ് -2 - 2j എന്നായിരിക്കും കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ ഫൈൻ. അപ്പൊ സെയിം ഇനി എന്ത് ചെയ്യാം, k = 2 കണ്ടുപിടിക്കാം അല്ലേ? k = 2 ആവുന്ന സമയത്ത് again സെയിം തിങ്. അപ്പൊ x(2) കണ്ടുപിടിക്കേണ്ടി വരും. again യൂസ് ദ സമ്മേഷൻ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഞാൻ ഡയറക്റ്റ്ലി ഇപ്പോൾ എഴുതാൻ പോവാണ്. അതായത് സമ്മേഷൻ എക്സ്പാൻഡിങ് ഞാൻ ഇവിടെ എഴുതാണ്. യു വിൽ ഗെറ്റ് x(0) plus x(1) times e raised to -j pi plus x(2) times e raised to -j2 pi plus x(3) times e raised to -j3 pi എന്ന് കിട്ടും അല്ലെ? എന്നിട്ട് we know that e raised to -j pi എന്ന് പറയുന്നത് എന്താണ്? -1. e raised to -j2 pi എന്ന് പറയുന്നത് എന്താണ്? 1. e raised to -j3 pi ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -1 എന്ന് കിട്ടും അല്ലെ? അപ്പോൾ -1 1 -1 കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? This will be equivalent to x(0) is 1 plus 2 times e raised to -j pi is -1 plus 3 times e raised to -j2 pi is 1 plus 0 times -1. അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 2 എന്ന് കിട്ടും. സോ k = 2ക്ക് വാല്യൂ 2 എന്ന് കിട്ടും. സെയിം വേ k = 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സെയിം വേ x(3) = x(0) plus x(1) times e raised to -j3 pi by 2 plus x(2) times e raised to -j3 pi plus x(3) times e raised to -j9 pi by 2 എന്ന് കിട്ടും. കറക്റ്റ്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്താൽ മതി. again you will get x(0) വാല്യൂ 1 plus 2 times e raised to -j3 pi by 2 എത്ര കിട്ടും നമുക്ക്? വാല്യൂ j plus 3 times -j3 pi യുടെ വാല്യൂ എത്ര കിട്ടും? -1 plus x(3) യുടെ വാല്യൂ 0. this is -j. you will get -2 plus 2j എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് x(0) കിട്ടി, x(1) കിട്ടി, x(2) കിട്ടി, x(3) കിട്ടി. that is basically the DFT of the given sequence x of n എന്ന് പറയുന്നത് x of k ആണ്. that is equal to നമുക്ക് എങ്ങനെ കിട്ടും സെറ്റ്? x(0) യുടെ വാല്യൂ 6, x(1) is -2 - 2j, x(2) എന്ത് കിട്ടി നമുക്ക്? you got 2 അല്ലേ? previously 2 അല്ലേ കിട്ടിയത്, right? and x(3) ഇപ്പൊ എത്ര കിട്ടി? -2 plus 2j എന്നും കിട്ടി. so this is your DFT. clear അല്ലേ? so this is the lengthiest way and the most എന്താണ് conventional way. conventional the basic method how to do it with the actual equation of endpoint DFT. ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെ ഇതിന് ഷോർട്ട് കട്ട് ചെയ്യാൻ പറ്റും? സി ഇപ്പൊ നമ്മളിപ്പോൾ ഞാൻ പറയുമ്പോൾ എന്താ അറിയാമോ, നമ്മുടെ DFTയുടെ ഒരു മെട്രിക് റിലേഷൻ ഞാൻ പറയാൻ പോവാ. ഒരു ലീനിയർ റിലേഷൻഷിപ്പ്. അതായത് DFTനെ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് എങ്ങനെ നമുക്ക് പറയാൻ പറ്റുമെന്ന് നോക്കാൻ പോകുന്നത്. സി എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഒരു സീക്വൻസിനെ നമുക്ക് എക്സ് ഓഫ് കെ എന്ന് പറയുന്ന DFT ഒക്കെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ we know that this is the equation 2 അല്ലേ? x of n into exponential of -j2 pi k n by n ചെയ്ത് സമ്മേഷൻ ചെയ്യുമ്പോഴാണ് DFT എന്ന് പറയുന്ന x of k കിട്ടുന്നത്. എന്നാൽ സി ഈ എക്സ്പൊണൻഷ്യൽ ഓഫ് e raised to -j2 pi by n എന്ന് പറയുന്ന ഈ ടേം ഇല്ലേ, ഇതിനെയാണ് ഞാൻ ട്വിഡിൽ ഫാക്ടർ എന്ന് പറയുന്ന w പവർ n എന്നായിട്ട് എഴുതുന്നത്, w സഫിക്സ് n ആയിട്ട് എഴുതുന്നത്. ഓക്കെ, അപ്പൊ എന്നാൽ ഈ ടേമിനെ മാത്രം എങ്ങനെ എഴുതിയാൽ നമുക്ക് ആക്ച്വലി എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും? ഇങ്ങനെ വരും, സമ്മേഷൻ എക്സ് ഓഫ് എൻ ഇൻറ്റു ഇ റേസ് ടു -j2 pi by n അല്ലെ, ഇൻറ്റു നമുക്ക് മേലെ എങ്ങനെ പറ്റും? കെ എൻ എന്ന് എഴുതാൻ പറ്റും, റേസ് ടു കെ എൻ. അതായത് ഇ റേസ് ടു എ ദ ഹോൾ റേസ് ടു ബി ഈസ് ഇ റേസ് ടു എ ബി എന്ന് എഴുതാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇത് മാറുമ്പോൾ എന്ത് പറ്റും? സമ്മേഷൻ എക്സ് ഓഫ് എൻ. ഇത് ട്വിഡിൽ ഫാക്ടർ മെട്രിക്സ് ആകുമ്പോൾ ഇങ്ങനെ എഴുതുന്നത് റേസ് ടു കെ എൻ എന്ന് എഴുതാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇതൊരു റെപ്രസെന്റേഷൻ ആണ്. ഫോർ എവറി വാല്യൂ ഓഫ് കെ ആൻഡ് എവറി വാല്യൂ ഓഫ് എൻ ദിസ് ട്വിഡിൽ ഫാക്ടർ ഇസ് ആപ്ലിക്കബിൾ എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമ്മുടെ പുതിയ ഫോം ഓഫ് റെപ്രസെന്റേഷൻ ഓഫ് ഇക്വേഷൻ ഇങ്ങനെ വരുന്നത് സമ്മേഷൻ എക്സ് ഓഫ് എൻ ഇൻറ്റു w സഫിക്സ് എൻ റേസ് ടു കെ എൻ എന്നാണ് വരുന്നത്. ഇനി ഈ കിട്ടുന്ന എക്സ്പ്രഷൻ ഇല്ലേ, ഈ എക്സ്പ്രഷനില് ഡിഫറെന്റ് വാല്യൂസ്, ഇപ്പൊ കെയുടെ വാല്യൂ എക്സ് ഓഫ് കെ എന്നല്ലേ വന്നേ, ഇപ്പൊ കെയുടെ വാല്യൂ എക്സ് ഓഫ് 0 ഇട്ടാൽ എങ്ങനെ പറ്റും? wn0 x of 0 plus wn0 x of 1 plus etc plus wn0 n-1 വരെ പോകും. അതുപോലെ x of 1 ഇടുക, x of 2 ഇടുക, etc up to x of n-1 ഇടുക. അതായത് കെയുടെ വാല്യൂ റേഞ്ചസ് ഫ്രം 0 1 etc up to n-1 വരെ പോയി. മനസ്സിലായോ? ആൻഡ് സിമിലർലി ഞാൻ അങ്ങനെ എടുത്തിട്ട് ഇതിന്റെ അകത്ത് ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്നിന്റെ വാല്യൂസ് റേഞ്ച് ഫ്രം 0 1 2 etc up to n-1 വരെ പോയി. മനസ്സിലായോ? ഫസ്റ്റ് എക്സ്പ്രഷൻ എന്ത് ചെയ്തു? x of 0 എടുക്കുമ്പോൾ സമ്മേഷൻ x of n ഇൻറ്റു wn റേസ് ടു 0 അല്ലേ? എന്നിട്ട് ഈ എന്നിന്റെ വാല്യൂ 0 1 2 3 എക്സെട്ര അപ് ടു n-1 വരെ പോകുമ്പോഴാണ് ഈ എക്സ്പ്രഷൻ ആയിട്ട് മാറുന്നത്. സമ്മേഷൻ മാറ്റി പ്ലസ് 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 ആക്കി എഴുതി, എത്രയല്ലേ ഉള്ളൂ. എന്നാൽ
എന്നാൽ ഇത്രയും ടേംസിനെ എനിക്കൊരു മെട്രിക്സ് ആക്കാം. എക്സ് ഓഫ് 0, എക്സ് ഓഫ് 1, എക്സ് ഓഫ് n-1. അതല്ലേ DFT എന്ന് പറയുന്നത്. അതിനെ എനിക്ക് എക്സ് എന്നൊരു വെക്ടർ ആയിട്ട് എനിക്ക് എഴുതാൻ പറ്റും. മനസ്സിലായോ? എന്നാൽ ഇത്രയും കാണുന്ന ഈ ടേമിൽ എനിക്കിത് സ്പ്ലിറ്റ് അപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് എന്ത് പറയാൻ പറ്റും? ഇതിൽ കാണുന്ന എല്ലാ W ടേംസിനെയും കൂടെ എനിക്ക് ഒരു മെട്രിക്സ് ആക്കാം. അതുപോലെ ഇവിടെ കണ്ട ഇവിടെ എക്സ് ഓഫ് 0, എക്സ് ഓഫ് 1, XLN-1. ഇവിടെ എക്സ് ഓഫ് 0, എക്സ് ഓഫ് 1, X-1. അതിനെ എല്ലാത്തിനെയും കൂടെ എനിക്ക് എക്സ് ഓഫ് n സീക്വൻസിന്റെ ട്രാൻസ്പോസ് ആയിട്ട് വിടാം. അതായത് ബേസിക്കലി ഈ എൻറ്റയർ റിലേഷൻഷിപ്പിനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? എല്ലാ എക്സ് വിൽ ബി ഈക്വൽ ടു WN ടൈംസ് എക്സ് ട്രാൻസ്പോസ് എന്ന് എഴുതാൻ പറ്റും. അതായത് DFT വിൽ ബി ഈക്വൽ ടു ട്വിഡിൽ ഫാക്ടർ മെട്രിക്സ് ടൈംസ് നമ്മുടെ സീക്വൻസിന്റെ ട്രാൻസ്പോസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു സീക്വൻസ് എക്സ് ഓഫ് n അറിയാം, അതിന്റെ ട്രാൻസ്പോസ് എടുക്കുക. ആ ട്വിഡിൽ ഫാക്ടർ മെട്രിക്സ് എന്നിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്വിഡിൽ ഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിച്ച് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ യു വിൽ ഗെറ്റ് ദ DFT ഡയറക്ട്ലി. നമ്മൾ നേരത്തെ ചെയ്ത പോലെ k=0, 1, 2 എടുത്ത് ഓരോന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരൊറ്റ എന്ത് ചെയ്താൽ മതി? എലമെന്റൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതിയാവും. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതിയാവും. ഓക്കെ, ദാറ്റ് ഇസ് ഹൗ യു ഡു ഇറ്റ്. ഇനി നോക്കിയേ, ഇപ്പൊ നമ്മൾ ഈ ട്വിഡിൽ ഫാക്ടർ എന്ന് പറഞ്ഞില്ലേ, അതിന്റെ എക്സ്പ്രഷൻ ഇനി അറിഞ്ഞിരിക്കണം. നമുക്ക് മെയിൻലി വേണ്ടത് n=2ഉം n=4 കേസിലാണ്. ബാക്കിയുള്ളതുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ അതിന്റെ ഫസ്റ്റ് നമുക്ക് കേസ് n=2 ചെയ്യാം. അതായത് n.DFT വരുമ്പോഴാണ് n=2 വരുന്നത്. അപ്പൊ ആ കേസിലാവുന്ന ടൈമിൽ നമ്മൾ W to the suffix n raised to k എന്നല്ലേ പറയുന്നേ. അപ്പൊ അതിന് ഈക്വൽ ടു W2 raised to k എന്ന് വരും. അപ്പോ ഈ k stands for the number of rows and n stands for the number of columns ആണ്. അപ്പൊ നമ്മളിങ്ങനെ മെട്രിക്സ് പറഞ്ഞാൽ ഈ ട്വിഡിൽ ഫാക്ടർ മെട്രിക്സ് W2 അല്ലേ എഴുതേണ്ടത്? WN എന്ന് പറയുമ്പോൾ W2. അപ്പൊ അതിൽ k നമ്പർ ഓഫ് എന്തുണ്ടാവും? റോസ് ഉണ്ടാവും. n നമ്പർ ഓഫ് എന്തുണ്ടാവും? കോളംസ് ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് ഇവിടുത്തെ കേസിൽ നോക്കി W2 എന്ന് പറയുമ്പോൾ ഈ ട്വിഡിൽ ഫാക്ടർ മെട്രിക്സ് ആക്ച്വലി എന്താണ്? അതിന്റെ ഇക്വേഷൻ എങ്ങനെ വരുന്നത്? e⁻j2π/n the whole raised to k എന്നാ വന്നേ അല്ലേ? അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഈ ഫസ്റ്റ് കണ്ടോ, ഇതിപ്പോ k യുടെ വാല്യൂ this is 0, this is 1. ഇവിടെ n-ന്റെ വാല്യൂ 0, 1 അല്ലെ? ഇങ്ങനെ നോക്കി അല്ലെ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഫസ്റ്റ് എലമെന്റ് എന്താണ്? ഫസ്റ്റ് എലമെന്റില് k യുടെ വാല്യൂ 0 ആണ്, n-ന്റെ വാല്യൂ 0 ആണ്. അപ്പൊ എന്ത് വരും ഈ എക്സ്പ്രഷൻ? ദിസ് ബിക്കംസ് e⁻j2π/2 the whole raised to k യുടെ വാല്യൂ 0, n-ന്റെ വാല്യൂ 0 അല്ലേ? അപ്പൊ e⁻0 എന്താവും? 1 തന്നെ ആവും അല്ലെ? സോ ദാറ്റ് ഇസ് വൈ ഇവിടെ 1 ആയത്. ഈ ടേം ആവുമ്പോഴോ k-ന്റെ വാല്യൂ 0 ആണ്, n-ന്റെ വാല്യൂ 1 ആണ്. അപ്പൊ 0/1 ചെയ്താൽ എന്തേ കിട്ടത്തുള്ളൂ? നമുക്ക് 1 കിട്ടത്തുള്ളൂ. ഇവിടെയോ k-യുടെ വാല്യൂ 1, n-ന്റെ വാല്യൂ 0 ആവുമ്പോഴും e⁻0 1 വരത്തുള്ളൂ. ഇവിടെ വന്നു. ഇനി ഇവിടെ വരുമ്പോഴോ നമുക്ക് ഇവിടെ k-യുടെ വാല്യൂ 1 ആണ്, n-ന്റെ വാല്യൂ 1 ആണ് അല്ലെ? 1 ആവുമ്പോൾ e⁻j⁻ the whole raised to 1 വരും. e⁻j⁻ എത്രയാണ്? -1 ആണ്. So twiddle factor matrix W for 2-point DFT is the matrix 1, 1, 1, -1. മനസ്സിലായത്? എക്സ് ഓഫ് n ഒരു സീക്വൻസ് തന്നു. 2-point DFT കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ട്വിഡിൽ ഫാക്ടർ എടുക്കുക, ആ എക്സ് ഓഫ് n-ന്റെ ട്രാൻസ്പോസിനോട് മൾട്ടിപ്ലൈ ചെയ്യുക, യു വിൽ ഡയറക്ട്ലി ഗെറ്റ് DFT. അത്രേ ഉള്ളൂ. ദാറ്റ് ഇസ് എ ഷോർട്ട് കട്ട് ഹൗ ടു ഡു ഇറ്റ്. ഓക്കെ, ഇനി n=4 ആവുന്ന ടൈമിൽ എന്ത് പറ്റും നോക്കിയേ? n=4 ആവുന്ന സമയം നമ്മൾ നേരത്തെ കമ്പ്യൂട്ടേഷൻ ചെയ്തില്ലേ? ഇവിടെ എന്ത് പറ്റും? k-യുടെ വാല്യൂ 0, 1, 2, 3 വരും, n-ന്റെ വാല്യൂ 0, 1, 2, 3 വരും. ഈ ഓരോ എക്സ്പൊണൻഷ്യൽ വാല്യൂ കണ്ടുപിടിക്കുക. സോ യു വിൽ ഗെറ്റ് ദ ട്വിഡിൽ ഫാക്ടർ മെട്രിക്സ് W4. എങ്ങനെ നോക്കിയേ? ഇവിടെ ഫുള്ള് 1, ദിസ് ഇസ് എ 4/4 മെട്രിക്സ് ആയിരിക്കും. ഇവിടെ ഫുൾ 1, ഇവിടെ ഫുള്ള് വരും. എന്നിട്ട് ഇവിടെ 1, -1, 1, -1 ഓൾട്ടർനേറ്റീവില് വരും. ഇവിടെ 1, -1, 1, -1 ഓൾട്ടർനേറ്റീവില് വരും. ഇവിടെ -j + j -j. ഓർത്തിരിക്കാനുള്ള എളുപ്പത്തിലാണ്, കാരണം ഓരോ തവണ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ എടുക്കാൻ പറ്റത്തില്ലല്ലോ. സോ ഫോർ ഈസിനെസ് ഇത് രണ്ടും എപ്പോഴും ഓർത്തിരിക്കുക, നമുക്ക് എപ്പോഴും റെഡിമെയ്ഡ് ആയിട്ട് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, സോ ദിസ് ഇസ് എ 4/4 ട്വിഡിൽ ഫാക്ടർ മെട്രിക്സ് ആണ്. ഇനി നോക്കിയോളൂ, നമ്മളിപ്പോ കണ്ടുപിടിച്ച ഈ പറയുന്ന നമ്മുടെ ട്വിഡിൽ ഫാക്ടർ മെട്രിക്സ് അല്ലേ, അതിന് സിമ്മട്രിക് പ്രോപ്പർട്ടി ഉണ്ട്. അതായത് WN-KN-ഉം WN-NK-യും രണ്ടും സിമ്മട്രിക്കൽ ആണ്. എന്ന് വെച്ചാൽ സിമ്മട്രിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ മെട്രിക്സ് നമ്മൾ എഴുതിയില്ലേ, W2 എഴുതിയില്ലേ? W2 എന്താണ്? 1, 1, 1, -1. ഈ W2യുടെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഈ റോ ഇവിടുത്തെ കോളം ആവും അല്ലെ? ഈ റോ ഇവിടുത്തെ കോളം ആവും 1, -1. അപ്പോഴും സെയിം അല്ലേ കിട്ടുന്നത്? സോ ഇറ്റ് സിമെട്രിക് ആണ്. ഈ W4 ചെയ്താലേ ഇതുപോലെ കിട്ടുള്ളൂ. ദിസ് ഇസ് എ സിമെട്രിക് മെട്രിക്സ് ആണ്. ഓക്കെ, ദാറ്റ് ഇസ് ഫസ്റ്റ് വൺ. ഇപ്പൊ സെക്കൻഡ് വൺ എന്താണ്? നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം ഇല്ലേ, ആ പ്രോബ്ലത്തില് ഫസ്റ്റ് നമ്മൾ പ്രോബ്ലം ചെയ്യില്ല. അപ്പൊ അതിൽ എക്സ് ഓഫ് n എന്ന് പറഞ്ഞ സീക്വൻസിന്റെ ട്രാൻസ്പോസ് എടുക്കുക,
അതിനെ W4 ആയിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ സെയിം സീക്വൻസ് എക്സ് ഓഫ് എ അപ്പം കിട്ടും, ഒറ്റ സ്റ്റെപ്പിൽ കിട്ടും. ദാറ്റ് ഈസ് വൈ യു ഗോ ഫ്രം DTF ടു DFT. മനസ്സിലായോ? അപ്പൊ ബേസിക്കലി നമ്മൾ DTFT DFT പോയി എന്താണ്, കമ്പ്യൂട്ടേഷൻസ് കുറയ്ക്കാനാണ്. എന്നിട്ട് ഇവിടെ ഇക്വേഷൻ പ്രകാരം വന്നപ്പോൾ പിന്നെയും അത്ര കമ്പ്യൂട്ടേഷൻ കിടക്കുകയല്ലേ. സോ അത് മെഗെയിൻ മിനിമൈസ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്തത്, ട്വിഡിൽ ഫാക്ടർ വെച്ച് നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആക്കി മാറ്റുന്നത്. പക്ഷെ എന്നാലും ഈ DFT ഹാസ് എ ഡിസഡ്വാൻറ്റേജ്. കാരണം എന്താണ്, നമ്പർ ഓഫ് കമ്പ്യൂട്ടേഷൻ എഗെയിൻ കൂടുതലാണ്. അപ്പൊ അതിനെ പിന്നെയും കുറയ്ക്കാനാണ് നമ്മൾ FFT എന്ന് പറയുന്ന അടുത്ത ട്രാൻസ്ഫോം ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്, ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം. സോ ബട്ട് ദാറ്റ് വിൽ ലേൺ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ആസ് ഓഫ് നൗ ഇത്രയും പഠിച്ചു വെച്ചേക്കാം. അപ്പോ നമ്മൾ FFT പഠിക്കുമ്പോൾ കണ്ടോ, നമ്മൾ DFTയിൽ പഠിക്കുമ്പോൾ കോംപ്ലക്സിറ്റി ഓഫ് n സ്ക്വയർ ആണെങ്കിൽ നമ്മൾ FFT പഠിക്കുമ്പോൾ അത് O n log n ആയിട്ട് മാറും. മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ DFT എന്ന് പറയുന്നതിന്റെ ഒരു ഓർത്തോഗണൽ റിലേഷൻ ആണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ട്വിഡിൽ ഫാക്ടർ മെട്രിക്സ് ഇസ് ഓർത്തോഗണൽ ഇൻ നേച്ചർ എന്ന് പറയും. അതായത് W എന്ന് പറയുന്ന ട്വിഡിൽ ഫാക്ടർ മെട്രിക്സിനെ അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, അല്ലെ, രണ്ട് മെട്രിക്സ് ആണ്, അപ്പം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് n ടൈംസ് ഐഡന്റിറ്റി മെട്രിക്സ് n. മനസ്സിലായി? ട്വിഡിൽ ഫാക്ടർ മെട്രിക്സ് സപ്പോസ് എന്താണ്, ഇറ്റ് ഇസ് ഒരു എക്സാമ്പിൾ നോക്കാം. സി, ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് W into W conjugate for n equal to 4. അതായത് DFTയുടെ ഓർത്തോഗണാലിറ്റി പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് അപ്പൊ നമുക്ക് W into W ട്രാൻസ്പോസ് ചെയ്യണം, W into W കോൺജുഗേറ്റ് ചെയ്യണം, n equal to 4 അല്ലേ. സോ 4 പോയിന്റ് DFT ആയതുകൊണ്ട് 4 പോയിന്റിന്റെ ട്വിഡിൽ ഫാക്ടർ മെട്രിക്സ് W4 എഴുതി. ഈ എക്സ്പ്രഷൻ നമുക്കറിയാം. ഇതിന്റെ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് എന്തേ കിട്ടുള്ളൂ, ഇങ്ങനെ കിട്ടത്തുള്ളൂ, അല്ലെ. അപ്പൊ കോൺജുഗേറ്റ് നമ്മൾ ബേസിക്കലി എന്താ നമുക്ക് ചെയ്യേണ്ടത്, കോൺജുഗേറ്റ് എന്ന് വെച്ചാൽ എല്ലാ നെഗറ്റീവ് ഈ കോംപ്ലക്സ് വാല്യൂസിന്റെ സൈന് നമ്മൾ മാറ്റുക എന്നാണ് മീനിങ്, അല്ലെ. നമ്മൾ ട്രാൻസ്പോസ് അല്ല എടുക്കുന്നത്, കോൺജുഗേറ്റ് ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ കോൺജുഗേറ്റ് അവിടെ കണ്ടു, ഇവിടുത്തെ എല്ലാ ജെയ്സിന്റെ വാല്യൂസിലും മൈനസ് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്തു. പ്ലസ് ആണെങ്കിൽ മൈനസ്, മൈനസ് ആണെങ്കിൽ പ്ലസ് ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ഡബ്ല്യൂയും കിട്ടി, W കോൺജുഗേറ്റും കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യും, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. കണ്ടോ, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, W into W കോൺജുഗേറ്റ് ചെയ്യുന്ന സമയത്ത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിലെ ചെയ്യണ്ടേ, ദിസ് മെട്രിക്സ് ഉണ്ട് ദിസ് മെട്രിക്സ് റാൻഡംലി എന്ത് ചെയ്യാം, നമ്മൾ റാൻഡംലി അല്ല അടുത്തടുത്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെ. അപ്പൊ എങ്ങനെ ചെയ്യും, ദിസ് റോ മൾട്ടിപ്ലൈഡ് ബൈ ദിസ് കോളം, ദിസ് റോ ഇൻറ്റു ദിസ് കോളം, ദിസ് റോ ഇൻറ്റു ദിസ് കോളം, ദിസ് റോ ഇൻറ്റു ദിസ് കോളം ചെയ്യാം. അങ്ങനെ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു മെട്രിക്സ് ആണ്. അപ്പൊ ദിസ് ഇസ് ബേസിക്കലി എന്താണ്, ഒരു ഡയഗണൽ മെട്രിക്സ് അല്ലേ, ഡയഗണൽ എൻട്രീസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിലെല്ലാം സെയിം വാല്യൂ ആയതുകൊണ്ട് 4നെ കോമൺ ആക്കി എടുത്താൽ ഇങ്ങനെ മെട്രിക്സ് കിട്ടും. ദിസ് ഇസ് എൻ ഐഡന്റിറ്റി മെട്രിക്സ് അല്ലേ, മാത്സിൽ നമ്മൾ പഠിച്ചാണല്ലേ, അല്ലെ, ലീനിയർ ആൾജിബ്ര നിങ്ങൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ദിസ് ഇസ് എൻ ഐഡന്റിറ്റി മെട്രിക്സ്. സോ വിച്ചസ് ഓഫ് ഓർഡർ എന്താണ്, 4/4 ആയതുകൊണ്ട് എനിക്ക് I4 എന്ന് എഴുതാൻ പറ്റും. സോ ദിസ് ഇസ് 4I4. ദിസ് ഇസ് യുവർ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി ഓഫ് എന്താണ്, ട്വിഡിൽ ഫാക്ടർ. ഓക്കെ, ഇനി ട്വിഡിൽ ഫാക്ടറിന്റെ പ്രോപ്പർട്ടീസ് നോക്കിയോ. നമ്മൾ WN equal to e raised to minus j 2π/n ആണ് ട്വിഡിൽ ഫാക്ടർ എങ്കിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് WN raised to a plus n ആണെങ്കിൽ WN raised to a ആയിട്ട് റെഡ്യൂസ് ചെയ്യും. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ അതിന്റെ ഒരു കുഞ്ഞു പ്രൂഫ് ആണ്, WN raised to a plus n ആണെങ്കിൽ ഇറ്റ് ഇസ് ഇക്വലന്റ് ടു e raised to minus j 2π/n ടൈംസ് a plus n ആയിട്ട് എഴുതാൻ പറ്റും. അതായത് സ്പ്ലിറ്റ് അപ്പ് ചെയ്യുമ്പോൾ e raised to minus j 2πn/n into e raised to minus j 2π ആയിട്ട് എഴുതാൻ പറ്റും. ദാറ്റ് ഇസ് e raised to minus j 2π എന്താണ്, 1 ആണ്, അല്ലെ. അപ്പൊ ദിസ് റെഡ്യൂസ് ഈ ടേം 1 ആവുമ്പോൾ എങ്ങനെ പറയാം, WN raised to a plus n equal to minus j e raised to minus j 2πn/n ആയിട്ട് റെഡ്യൂസ് ആവും. ഓക്കെ, ദാറ്റ് ഇസ് എന്താണ്, ദാറ്റ് ഇസ് എ ട്വിഡിൽ ഫാക്ടർ WN raised to a ആയിട്ട് മാറും. മനസ്സിലായി, e raised to minus j 2πa/n ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? ദാറ്റ് ഇസ് ഫസ്റ്റ് പ്രോപ്പർട്ടി. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് WN raised to a plus n/2 എന്ന് പറയുന്നത് equivalent to minus WN raised to a ആണ്. ദാറ്റ് ഇസ് WN raised to a plus n/2 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, this is basically എന്താണ്, ട്വിഡിൽ ഫാക്ടർ അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു e raised to minus j 2π/n ടൈംസ് a plus n/2 ആവും. ദാറ്റ് റെഡ്യൂസസ് ടു WNA into e raised to minus jπ ആവും, where this is equal to 1 ആവും. അപ്പൊ നമുക്ക് ഡയറക്റ്റ്ലി -1 ആയിട്ട് മാറും. സോ ദിസ് ഇസ് ഈക്വൽ ടു -1 ടൈംസ് WN പവർ a ആക്കി എഴുതാൻ പറ്റും. സോ ദാറ്റ് ഇസ് എ സെക്കൻഡ് പ്രോപ്പർട്ടി. ഓർത്തിരിക്കുക, കാരണം ചെറിയ ഇതുപോലത്തെ കമ്പ്യൂട്ടേഷൻസ് വരും നമ്മുടെ POക്ക് ഡിസ്കഷൻ ക്ലാസ് വരുമ്പോൾ നമ്മൾ ഇതിന്റെ പ്രോബ്ലംസും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. സോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മോർ. ഓക്കെ, ഇതിന്റെ ആപ്ലിക്കേഷൻ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് എ 4-point DFT ഓഫ് ദ സീക്വൻസ് ഗിവൻ x of n equal to 5 minus 4. ഫോർ എ 4-point DFT ആവുന്ന സമയത്ത് നമ്മുടെ n-ന്റെ വാല്യൂ എത്രയാണ്, 4 ആണ്. അപ്പൊ അത് വെച്ചിട്ട് 4-point സീക്വൻസ് 4-point DFT കണ്ടുപിടിക്കണമെങ്കിൽ ഫോർമുല എന്താ വരുന്നത്,
എക്സ് ഓഫ് എൻ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ 4 സാമ്പിൾസ് വേണ്ടേ. സോ 5 - 4 0 0 ആക്കുക. അങ്ങനെയാണെങ്കിൽ എന്നിന്റെ വാല്യൂ റേഞ്ചസ് ഫ്രം എങ്ങനെയാണ് 0 to n - 1 ആണ്. സോ 0 1 2 3 കെയുടെ വാല്യൂ ഓൾസോ 0 1 2 3 വരും. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് മെട്രിക്സ് നൊട്ടേഷൻ വെച്ചിട്ട് കണ്ടുപിടിച്ചാൽ ദാറ്റ് ഇസ് ഈസിയർ അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് ഷോർട്ട് കട്ട്. സോ ഡയറക്ട്ലി ഒരു മിനിറ്റിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, കാരണം എന്തൊക്കെയാ വേണ്ടേ, ഇതാണ് നമ്മുടെ ഫോർമുല x = W4 × x. അതിൽ നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ആണ് കണ്ടുപിടിക്കേണ്ട DFT അല്ലെ. x(0), x(1), x(2), x(3). പക്ഷേ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി, ദിസ് ഇസ് യുവർ W4 ടോട്ടൽ ഫാക്ടർ മെട്രിക്സ് അല്ലെ. യു നോ ദിസ്. ആൻഡ് സീക്വൻസ് ഈ W4 എനിക്കറിയാം, എക്സിന്റെ വാല്യൂ ഇതാണെന്ന് അറിയാം. ജസ്റ്റ് ഒന്ന് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മാത്രം ചെയ്താൽ പോരെ. ദാറ്റ് ഈസ് യുൽ ഗെറ്റ് ലൈക്ക് ദിസ്. x ഓഫ് k എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യാം. 1 1 1 1 1 1 1 1 -1 1 -1 1 1 -1 -1 j j j - j ടൈംസ് എന്ത് ചെയ്യണം, നമ്മുടെ എക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ 5 - 1 0 0 ചെയ്യാം. സെക്കൻഡ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇതിൻ്റെ ഇത് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. യു വിൽ ഗെറ്റ് ഇറ്റ് ലൈക്ക് 1 × 5 + 1 × -4. 5 - 4 is 1 അല്ലെ. അതുപോലെ ഇവിടെ സെക്കൻഡ് ചെയ്യുമ്പോഴോ ഇതിൻ്റെ ഇത് ചെയ്യുമ്പോൾ 1 × 5 is 5 അല്ലെ, പ്ലസ് 4j 5 + 4j എന്ന് കിട്ടും. സോ യു വിൽ ഗെറ്റ് 5 + 4j കിട്ടും. അടുത്തത് 9 എന്ന് കിട്ടും. അടുത്തത് 5 - 4j എന്ന് കിട്ടും. സോ ദിസ് ഇസ് യുവർ x ഓഫ് k. ഇത് ഓരോന്നും എന്താണ് x ഓഫ് 0. ഈ x ഓഫ് 0 നമ്മൾ DC കോമ്പണന്റ് എന്ന് പറയാറുണ്ട് കേട്ടോ. അത് നമ്മൾ ഫൊറിയർ സീരീസിലും ഒക്കെ നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്. ആ ഫസ്റ്റ് ടേം A നോട്ടിന് നമ്മൾ DC കോമ്പണന്റ് പറയും. കാരണം എന്താണ്, അതിന്റെ ഫ്രീക്വൻസി വേരിയിങ് അല്ല അല്ലെ, കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ആണ്. അതിന്റെ ഹാർമോണിക് കമ്പോണന്റ് കോൺസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ 0 ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെന്ത് പറയുന്നത്, DC കോമ്പണന്റ് പറയുന്നത്. സോ ദിസ് ഇസ് x ഓഫ് 1. ഇത് മാത്രമേ DC കോമ്പണന്റ് ഉള്ളൂ. ബാക്കി എല്ലാത്തിന്റെ ഫ്രീക്വൻസി വേരിയിങ് ആണ്. x ഓഫ് 3 ആണ്. സോ യു ഗോട്ട് ദ DFT. ക്ലിയർ? ദിസ് ഇസ് ദ 4-point DFT. അപ്പം ഇത്രയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം, പ്രോപ്പർട്ടീസ് ഓഫ് DFT നോക്കാം. DFTയുടെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് നോക്കിയാൽ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് പീരിയോഡിസിറ്റി എന്ന് പറയുമ്പോൾ DFT is periodic with period n. DFTയുടെ പീരിയോഡിസിറ്റി നോക്കുക. ഇപ്പൊ നമ്മള് x ഓഫ് k എന്ന് പറയുന്ന നമ്മുടെ ഒരു x ഓഫ് എന്നൊരു സീക്വൻസ് ഉണ്ട്. അതിന്റെ DFT എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നതാണ് x ഓഫ് k എന്ന് വിചാരിച്ചു. എന്നാൽ ഈ x ഓഫ് k എന്ന് പറയുന്ന കിട്ടിയ DFT സിഗ്നലിന് ഒരു പീരിയോഡിസിറ്റി ഉണ്ട്. ആ പീരിയോഡിസിറ്റിയുടെ വാല്യൂ ആണ് n എങ്കിൽ x ഓഫ് k + 1 ചെയ്താലും ഐ വിൽ ഗെറ്റ് x ഓഫ് k. അതായത് അതിലെ പീരിയോഡിസിറ്റിയുടെ മീനിങ്, ഒരു പീരിയോഡിക് സിഗ്നൽ എപ്പോഴാണ് അത് റിപ്പീറ്റ് ചെയ്യണം. ദ സിഗ്നൽ ഷുഡ് റിപ്പീറ്റ്. എ സിഗ്നൽ x ഓഫ് k എടുത്ത് x ഓഫ് k + 1 എടുത്താലും ഇറ്റ് ഷുഡ് ബി ദ സെയിം സിഗ്നൽ. ദാറ്റ് ഇസ് പീരിയോഡിസിറ്റി. രണ്ടാമത് ലീനിയറിറ്റി പ്രോപ്പർട്ടി. എന്താണ്, x1 ഓഫ് n ന്റെ DFT x1 ഓഫ് k ആണ്. x2 ഓഫ് n ന്റെ DFT x2 ഓഫ് k ആണെങ്കിൽ a times x1 of n plus b times x2 of n ന്റെ DFT is a times x1 of k plus b times x2 of k തന്നെ ആയിരിക്കും. സെയിം ആസ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ ട്രാൻസ്ഫോംസിനും സെയിം പ്രോപ്പർട്ടി. നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓർത്തിരിക്കുക. നമ്മൾ ഈ പഠിക്കുന്ന എല്ലാ ട്രാൻസ്ഫോംസും അല്ലെ, നമ്മൾ ഇപ്പൊ ഇതുവരെ തന്നെ 4 ട്രാൻസ്ഫോം, 5ാമത്തെ ട്രാൻസ്ഫോം പഠിക്കുന്നത്. പ്ലസ് ഫൊറിയർ സീരീസ് നോക്കുകയാണെങ്കിൽ 6 ഉണ്ട്. ഈ 6 ട്രാൻസ്ഫോം പെയർസ് ഒരു ബുക്ക് പേജിൽ എഴുതുക, പ്രോപ്പർട്ടീസ് ഒരു പേജിൽ, ട്രാൻസ്ഫോം പെയർസ് ഒരു പേജിൽ എഴുതുക. അതായത് സ്റ്റെപ്പിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും ലാപ്ലാസിൽ, അങ്ങനെയുള്ളതാണ് ട്രാൻസ്ഫോം പെയർ. അതൊരു പേജിൽ എഴുതുക. പ്രോപ്പർട്ടീസ് ഒരു പേജിൽ എഴുതുക. ഇതിന്റെ ഇൻവേഴ്സ് എക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പേജിൽ എഴുതുക. ഇങ്ങനെ കീപ്പപ്പ് ചെയ്ത് ടേബിൾ കയ്യിൽ വെച്ചേക്കാൻ ദയവ് ചെയ്ത്, കാരണം ഇല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. നമ്മൾ ഇനി എന്തൊക്കെ ചെയ്താലും ദിസ് ഇസ് ഹ്യൂമൻ മൈൻഡ്, ഇറ്റ് ഇസ് എന്താണ് ലയബിൾ ടു ഫൊഗറ്റ് ആണ്. മറന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഓർത്തിരിക്കുക, ഒരു ബുക്കിൽ എഴുതി തന്നെ പോവുക. ഓക്കെ, 6 പ്രോപ്പർട്ടീസ് 6 ട്രാൻസ്ഫോംസ് ഉണ്ടെങ്കിൽ 6 എണ്ണവും നിങ്ങൾക്ക് 6/3 18 ടേബിൾസ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഫോളോ അപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇതും ആ ടേബിളിൽ ആഡ് ഓൺ ചെയ്ത് പോക്കുവാണേ. പിന്നെ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി മൂന്നാമത്തെ എന്താണ്, ഇഫ് എക്സ് ഓഫ് കെ ഇസ് എ DFT മീൻസ് അല്ലെ, എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന സീക്വൻസിൽ ഞാനൊരു n നോട്ട് എന്ന് പറഞ്ഞ ഷിഫ്റ്റ് കൊടുത്തു. എക്സ് ഓഫ് n - n നോട്ട് ഷിഫ്റ്റ് കൊടുത്താൽ ആ സിഗ്നലിന്റെ DFT എടുക്കുമ്പോൾ എന്ത് കിട്ടും, എക്സ് ഓഫ് കെ ടൈംസ് e raised to - j 2π k n naught by n e raised to - j 2π k by n times n naught. ദിസ് ഇസ് എ ഷിഫ്റ്റ്. ഇവിടെ കൊടുത്ത ഷിഫ്റ്റ് ആണ് ഇത്. അങ്ങനെ കിട്ടും. ദിസ് മൾട്ടിപ്ലൈഡ് ബൈ എക്സ് ഓഫ് കെ എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് എന്നാൽ ഇപ്പൊ ടൈമിലാണ് ഷിഫ്റ്റ് ചെയ്തത്. ഇനി ഫ്രീക്വൻസിയിലോ നമുക്ക് എക്സ് ഓഫ് കെ മൈനസ് കെ നോട്ട് ഫ്രീക്വൻസി സൈഡിൽ കെ നോട്ട് ഷിഫ്റ്റ് ചെയ്താൽ അത് ടൈം ഇൻപുട്ട് സൈഡ്, അതായത് എൻ സൈഡിൽ അത് റിഫ്ലക്റ്റഡ് ആവും. എങ്ങനെയാണ്, എക്സ് ഓഫ് എൻ ടൈംസ് e raised to - j 2π k naught n by n. ഇങ്ങനെ എക്സ് ഓഫ് എൻ ടൈംസ് e raised to
j times 2 pi k naught into n by n. ഈ ഷിഫ്റ്റ് ആണ് ഇവിടെ വന്നത്, ഇവിടെ വന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഇനി കോൺജുഗേറ്റ് പ്രോപ്പർട്ടി എന്താണ്? ഒരു റിയൽ വാല്യൂഡ് സീക്വൻസ് ആണ്. ശ്രദ്ധിക്കുക, അത് റിയൽ വാല്യൂഡ് ആണെങ്കിൽ എക്സ് ഓഫ് കെ വിൽ ബി ഈക്വൽ ടു എക്സ് കോൺജുഗേറ്റ് ഓഫ് എൻ മൈനസ് കെ ആവും. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇതിന് ഈ കോൺജുഗേറ്റ് ആണ്, ദിസ് ഇസ് ദ കോംപ്ലക്സ് കോൺജുഗേറ്റ്. മനസ്സിലായോ? കോൺജുഗേറ്റ് സിമെട്രി എന്ന് വെച്ചാൽ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് എൻ മൈനസ് കെ ചെയ്യുമ്പോഴും എക്സ് ഓഫ് കെ തന്നെ കിട്ടിയാൽ ഇറ്റ് ഇസ് എ കോൺജുഗേറ്റ് പ്രോപ്പർട്ടി ആണ്, കോംപ്ലക്സ് കോൺജുഗേറ്റ് പ്രോപ്പർട്ടി ആണ്. ദാറ്റ് ഇസ് ഫിഫ്ത്ത് വൺ. സിക്സ്ത് വൺ നോക്കിയേ, സർക്കുലർ കൺവല്യൂഷൻ പ്രോപ്പർട്ടി. നമ്മൾ ഇതുവരെ പഠിച്ചു വന്ന എല്ലാ പ്രോപ്പർട്ടിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് വന്ന ഒരു പ്രോപ്പർട്ടിയാണ് ദ സർക്കുലർ കൺവല്യൂഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, സി എക്സ് ഓഫ് എന്നിന്റെ ഒരു ഡി എഫ് ടി ആണ് എക്സ് ഓഫ് കെ എന്ന് വിചാരിക്കുക. അതുപോലെ എച്ച് ഓഫ് എൻ എന്ന് പറയുന്ന വേറൊരു സീക്വൻസിന്റെ ഡി എഫ് ടി ആണ് എച്ച് ഓഫ് കെ എന്ന് വിചാരിക്കുക. എന്നാൽ എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ വിത്ത് എച്ച് ഓഫ് എൻ, ഈ സിമ്പിൾ കണ്ടോ, ഇതാണ് നമ്മുടെ സർക്കുലർ കൺവല്യൂഷൻ സിമ്പിൾ. മനസ്സിലായോ? ഡി എഫ് ടിയിൽ മാത്രമേ, ഡി എഫ് ടിയിൽ അങ്ങോട്ട് പഠിക്കുന്നതിൽ മാത്രമേ എന്തുള്ളൂ, സർക്കുലർ കൺവല്യൂഷൻ ഒരു ടേം ഉള്ളൂ. നമ്മൾ ഇങ്ങനെ എഴുതും, ഇങ്ങനെ ഇട്ടിട്ട് നമ്മളൊരു സർക്കിൾ ഇടും. നമ്മൾ ചുമ്മാ ഇങ്ങനെ എഴുതി എന്താണ് കൺവല്യൂഷൻ, ഒരു സർക്കിൾ ഇട്ട് എന്തായി മാറും, അത് സർക്കുലർ കൺവല്യൂഷൻ ആവും. സോ എക്സ് ഓഫ് എൻ സർക്കുലർ കൺവല്യൂട്ടഡ് വിത്ത് എച്ച് ഓഫ് എൻ എന്ന് പറയുന്നത്, അതിന്റെ ഡി എഫ് ടി എടുക്കുമ്പോൾ എന്ത് കിട്ടും, എക്സ് ഓഫ് കെ ഇൻറ്റു എച്ച് ഓഫ് കെ എന്ന് തന്നെ കിട്ടും. മനസ്സിലായോ? അപ്പൊ ഡി എഫ് ടിയിൽ നമ്മൾ കൺവല്യൂഷനെ സർക്കുലർ കൺവല്യൂഷൻ രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി സെവൻത് വൺ, കോറിലേഷൻ പ്രോപ്പർട്ടി നോക്കിയേ. ഇഫ് എക്സ് ഓഫ് എൻ ആൻഡ് എച്ച് ഓഫ് എൻ ആർ ടു സീക്വൻസസ് ഇൻ ടൈം ഡൊമൈൻ ആണെങ്കിൽ അവരുടെ വെറും കൺവല്യൂഷൻ, മനസ്സിലായോ, കൺവല്യൂഷൻ അല്ല കോറിലേഷൻ. അവിടെ ഇത് സിമ്പിൾ ഇങ്ങനെ വരുന്നത്, എക്സ് ഓഫ് എൻ നമ്മൾ ഇങ്ങനെ എഴുതാം, ടെക്സ്റ്റ് ബുക്സിൽ ഇങ്ങനെ വരുന്നത്. ഒരു സ്റ്റാർ ഇടുമ്പോൾ അതെന്താവും, കോറിലേഷൻ എന്ന് പറയും. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ കോറിലേഷൻ കോൺസ്റ്റന്റ് ആണ് എക്സും എച്ചും അല്ലേ, എക്സ് എച്ച് ഓഫ് എൻ എന്ന് പറയും. മനസ്സിലായോ? ഇനി ഈ കോറിലേഷൻ എന്ന് പറയുന്ന ഈ ടേമിനെ, മനസ്സിലായോ, ആ ടേമിനെ അതിന്റെ ഡി എഫ് ടി കണ്ടുപിടിച്ചാൽ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഫോമിലാണ്. അപ്പൊ ഇത് ആക്ച്വലി ഫ്രീക്വൻസി ഡൊമൈൻ കോറിലേഷൻ, ഇത് നമ്മൾ ടൈം ഡൊമൈൻ കോറിലേഷൻ പറയും. ദിസ് ഇസ് ടൈം ഡൊമൈൻ കോറിലേഷൻ എന്ന് പറയും. ആൻഡ് ദിസ് ഇസ് ടൈം ഡൊമൈൻ കോറിലേഷൻ, ദിസ് ഇസ് ഫ്രീക്വൻസി ഡൊമൈൻ കോറിലേഷൻ എന്ന് പറയും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇതിന്റെ ഡി എഫ് ടി എടുത്ത് കിട്ടുന്നതാണ് ഫ്രീക്വൻസി ഡൊമൈൻ കോറിലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇനി അടുത്ത പ്രോപ്പർട്ടി നോക്കിയാൽ മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി. ഇത് മുന്നേ ഉള്ളതാണ്. എങ്ങനെയാണ്? സി ഇഫ് നമുക്ക് എക്സ് ഓഫ് എൻ ആൻഡ് എച്ച് ഓഫ് എൻ ആർ ടു സീക്വൻസസ് ഇൻ ടൈം ഡൊമൈൻ മൾട്ടിപ്ലൈ ചെയ്താൽ ഇറ്റ് ഇസ് ഈക്വൽ ടു 1/n ടൈംസ് എൻ പോയിന്റ് ഡി എഫ് ടി ആണെങ്കിൽ ആ 1/n ടൈംസ് ആവറേജ് ചെയ്ത് എക്സ് ഓഫ് എൻ സർക്കുലർ കൺവല്യൂട്ടഡ് വിത്ത്, മനസ്സിലായോ, സർക്കുലർ കൺവല്യൂട്ടഡ് വിത്ത് എന്താണ്, എച്ച് ഓഫ് കെ ചെയ്യണം. മനസ്സിലായോ? 1/n എക്സ് ഓഫ് കെ സർക്കുലർ കൺവല്യൂട്ടഡ് വിത്ത് എച്ച് ഓഫ് കെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് ഓഫ് എൻ എച്ച് ഓഫ് എൻ ചെയ്യുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി. ഇനി പാർസിവൽ തിയറം എന്താ പറയുന്നത്? പാർസിവൽ തിയറം പറയുന്നത് ബേസിക്കലി ഇറ്റ്സ് എ തിയറം വിച്ച് സ്റ്റേറ്റ്സ് ദ എനർജി സ്റ്റോർഡ്. നമ്മൾ ട്രാൻസ്ഫോം ചെയ്താലും ആ പറയുന്ന സിഗ്നലിൽ ആ പർട്ടിക്കുലർ ഡൊമൈനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയിൽ വ്യത്യാസം വരത്തില്ല. ജസ്റ്റ് ലൈക്ക് നമ്മുടെ എല്ലാ ട്രാൻസ്ഫോം പഠിച്ച പോലെ തന്നെ. അതാണ് പാർസിവൽസ് പറയുന്നത്. സി എനർജി ഓഫ് എ സീക്വൻസ് ഇൻ ടൈം ഡൊമൈൻ എന്ന് പറയുന്നത് ഈക്വൽസ് ദ എനർജി ഇൻ ദ ഫ്രീക്വൻസി ഡൊമൈൻ. ഈവൻ ദോ സിഗ്നലിൽ ട്രാൻസ്ഫോം ചെയ്താലും അതിന്റെ എന്ത് മാറുന്നില്ല, അതിന്റെ എനർജിയിൽ മാറ്റം വരുന്നില്ല. ക്ലിയർ? സോ സമ്മേഷൻ n equal to 0 to n minus 1 x of n into y കോംപ്ലക്സ് കോൺജുഗേറ്റ് n അല്ലെ, x of n ഉം y of n ന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് പറ്റും, 1/n സമ്മേഷൻ k equal to 0 to n minus 1 x of k into y കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് k ന് ഇക്വലന്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ അല്ലെ. ഇനി നമ്മുടെ പാർസിവൽസ് ഐഡന്റിറ്റി എന്താ പറയുന്നത്, നമ്മൾ എന്ത് കണ്ടീഷനിൽ പറയും, എക്സ് ഓഫ് എന്നും വൈ ഓഫ് എന്നും സെയിം ആണെങ്കിൽ എന്ത് പറ്റും, ഈ എക്സ്പ്രഷനിൽ സമ്മേഷൻ എക്സ് ഓഫ് എൻ ഇൻറ്റു എക്സ് കോൺജുഗേറ്റ് ഓഫ് എൻ, അത് നമ്മൾ എങ്ങനെ പറയുന്നത്, എക്സ് ഓഫ് എൻ ആബ്സലൂട്ട് വാല്യൂ സ്ക്വയർ ആണ് അല്ലെ. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് പറ്റും, 1/n സമ്മേഷൻ ആബ്സലൂട്ട് വാല്യൂ ഓഫ് എക്സ് ഓഫ് കെ സ്ക്വയർ ആയിട്ട് മാറും. ദിസ് മീൻസ് ദാറ്റ് ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഓഫ് എനർജി അല്ലേ. നമ്മൾ സിഗ്നൽസിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചല്ലേ, നമ്മൾ ടൈപ്പ് ഓഫ് സിഗ്നലിൽ പഠിച്ചല്ലേ, എനർജി ആൻഡ് പവർ സിഗ്നലിൽ പഠിച്ചു. ഒരു സിഗ്നലിലെ എനർജി പവർ ആക്കി ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാനും പഠിച്ചു. അപ്പൊ അതിൽ ദിസ് ഇസ് എക്സ്പ്രഷൻ ഫോർ എനർജി ആൻഡ് ദിസ് ഇസ് എക്സ്പ്രഷൻ ഫോർ എനർജി. സോ എനർജി ഈക്വൽ ടു എനർജി എന്ന് വെച്ചാൽ ടൈം ഡൊമൈനിലും ഫ്രീക്വൻസി ഡൊമൈനിലും എനർജീസ് ആർ ഈക്വൽ എന്നാണ് മീനിങ് വരുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ദ 4-point DFT ഓഫ് എക്സ് ഓഫ് എൻ ഈക്വൽസ് sin πn/4 പ്ലസ് കോസ് πn/2 അല്ലേ തന്നേക്കുന്നേ? അതെ, അതാ തന്നേക്കുന്നേ. അപ്പൊ സി ആക്ച്വലി ഇത് എക്സ് ഓഫ് എൻ ഒരു സീക്വൻസ് അല്ല നമുക്ക് തന്നേക്കുന്നത്, പക്ഷേ നമുക്ക് എന്താക്കാൻ പറ്റും, സീക്വൻസിലോട്ട് ആക്കാൻ പറ്റും. എങ്ങനെയാണ്? സി ദിസ് ഇസ് ആക്ച്വലി ഓഫ് ദ ഫോം എന്താണ്, എക്സ് ഓഫ് എൻ ഈക്വൽ ടു നമുക്കൊരു x1 of n പ്ലസ്
x2 of n ഫോർമുല തന്നിരിക്കുന്നത്, where x1 of n is sin pi n by 4, x2 of n is cos pi n by 2 ആവല്ലേ തന്നിരിക്കുന്നത്, റൈറ്റ്? അപ്പോ we know the linearity property, അല്ലെ? linearity property എന്താ പറയുന്നത്? we know that a times x1 of n plus b times x2 of n എന്ന് പറയുന്നത് is actually DFT transform to എങ്ങനെയാണ്? a times x1 of k plus b times x2 of k ക്ക് equivalent അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പൊ ഇവിടെ ആക്ച്വലി നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ a യുടെ വാല്യൂ 1, b യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ this x1 of n plus x2 of n can be transformed to x1 of k plus x2 of k എഴുതിക്കൂടെ? മനസ്സിലായോ? അതായത് ബേസിക്കലി ചെയ്യേണ്ടത് ഈ x1 of n ന്റെ കറസ്പോണ്ടിങ് DFT ചെയ്ത് x1 of k കണ്ടുപിടിക്കുക, x2 of n ന്റെ കറസ്പോണ്ടിങ് ട്രാൻസ്ഫോം ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കുക? x2 of k കണ്ടുപിടിക്കുക. അത് രണ്ടും കൂടെ കണ്ടുപിടിച്ചാൽ ഫൈനലി നമുക്ക് എന്ത് ചെയ്താൽ മതി? x1 of n plus x2 of n സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? you will get it as x1 of k plus x2 of k ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. so our aim is to find x1 of k independently and x2 of k independently ചെയ്താൽ മതി. എന്നിട്ട് ഈ പ്രോപ്പർട്ടീസ് നമുക്ക് കമ്പൈൻ ചെയ്യാം. so let this be equation number 1 അല്ലേ? so step 1 നോക്കിയേ. step 1 എന്ന് പറയുന്നത് find the DFT of x1 of n. അപ്പൊ നമ്മുടെ ഇവിടെ എത്ര പോയിന്റ് ആണ്? 4 പോയിന്റ് അല്ലേ? so n equal to 4 അല്ലേ? 4 ആയതുകൊണ്ട് നമ്മുടെ x1 of n എന്താണ്? sin pi n by 4 അല്ലേ? sin pi n by 4 ആവുന്ന സമയത്ത് n ന്റെ വാല്യൂ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? 0 to n minus 1 അല്ലേ? so 0 1 2 3 വരെ വരും അല്ലേ? അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ സൈൻ്റെ വാല്യൂ മാറ്റി കൊടുക്കുക. അതായത് സൈൻ നമ്മുടെ ഫസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഫസ്റ്റ് ടേം ഇല്ലേ, ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടി സൈൻ പൈ 0/4. സൈൻ 0 എന്താണ്? 0 ആണ്. അടുത്തത് എന്താണ്? സൈൻ പൈ ബൈ 4 വരും, ദാറ്റ് ഇസ് 1/√2. അടുത്തതോ സൈൻ 2π/4 വരും. സൈൻ π/2 എന്താണ്? 1 ആണ്. അതുപോലെ സൈൻ 3π/4 എന്താണ്? ദാറ്റ് ഇസ് 1/√2. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? നമുക്ക് x1 of n കിട്ടിയത്. മനസ്സിലായോ? അപ്പൊ സൈൻ x1 of n എന്ന് പറയുമ്പോൾ നമുക്ക് സീക്വൻസ് അറിയില്ലല്ലോ, പക്ഷെ സീക്വൻസ് വേണം. അപ്പൊ അതിന് എന്ത് ചെയ്താൽ മതി? അതിൻ്റെ അകത്ത് n ന്റെ പല വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയം ഈ n ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ സീക്വൻസ്. അപ്പൊ യു ഗോട്ട് ദ സീക്വൻസ്. ഈ സീക്വൻസ് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? x1 of k കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ ഫാക്ടർ എന്താണ്? 4/4 W4 ന്റെ ടോട്ടൽ ഫാക്ടർ എടുക്കുക, മൾട്ടിപ്ലൈഡ് ബൈ നമ്മുടെ സീക്വൻസ് അല്ലേ? ആ സീക്വൻസ് എന്താണ്? x1 of n ട്രാൻസ്പോസ് അല്ലേ? രണ്ടും കൂടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അങ്ങ് ചെയ്താൽ പോരെ അല്ലേ? ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് എ മെട്രിക്സ് ലൈക്ക് ദിസ് മൾട്ടിപ്ലൈഡ് ബൈ ദിസ് വൺ അല്ലേ? അപ്പൊ ഇവിടെ നിന്നിട്ട് 1 into 1/√2 plus 1 into 1 plus 1 into 1/√2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വാല്യൂ you'll get 1 plus √2, you'll get minus 1, 1 minus √2, you'll get minus 1. Clear? This is the value of x1 of k. മനസ്സിലായല്ലോ? അപ്പൊ അടുത്ത് എന്ത് ചെയ്യുക? DFT of x2 of n ചെയ്യുക. x2 of n എന്ന് പറയുമ്പോൾ എന്താണ് അടുത്തത്? x2 of n is cos pi/n, pi n by 2. അപ്പൊ അവിടെയും n equal to 0 1 2 3 ചെയ്യുമ്പോൾ ഈ സീക്വൻസ് കിട്ടും. അതിനെ എടുത്തിട്ട് എന്ത് ചെയ്യുക? x2 of k കണ്ടുപിടിക്കാൻ വേണ്ടി മൾട്ടിപ്ലൈ W4 into x2 of n ട്രാൻസ്പോസ് ചെയ്യുക അല്ലെ? ഇപ്പൊ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ദ സെയിം തിങ് ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 to 0 to കിട്ടി. അപ്പൊ x1 of k x2 of k കണ്ടുപിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? x of k എന്ന് പറയുന്നത് x1 of k plus x2 of k ചെയ്താൽ പോരെ? അപ്പൊ രണ്ട് സീക്വൻസും കൂടെ ആഡ് ചെയ്യുമ്പോൾ യുൽ ഗെറ്റ് എന്താണ്? ഇതാണ് x1 of k, ഇതാണ് x2 of k അല്ലെ? ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടും? 1 plus √2 plus 0 എലമെന്റൽ അഡീഷൻ ആണ്. ഈ എലമെന്റും കൂടെ ആഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? യുൽ ഗെറ്റ് 1 plus √2 minus 1 plus 2 ചെയ്യുമ്പോൾ 1 1 plus √2 plus 0 1 plus √2 minus 1 plus 1 1 കിട്ടും. കറക്റ്റ്. അപ്പൊ ഇനി അല്ല 1 plus √2 നമ്മൾ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ √2യുടെ വാല്യൂ എത്രയാണ്? 1.414. that is 2.414 1 minus 0.414 1 ഇങ്ങനെയും കിട്ടും ന്യൂമറിക്കലി. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. കൺസിഡർ ദ ഫൈനൈറ്റ് ലെങ്ത് സീക്വൻസ് x of n equals 0 1 2 2 1. അപ്പൊ 1 2 3 4 5 5 വാല്യൂ തന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് എന്താണ്? പറഞ്ഞില്ലെങ്കിൽ പോലും ദിസ് ഇസ് എ 5 point DFT ആണ്. ഓക്കെ. സോ നൗ കൗണ്ട് ദ നമ്പർ ഓഫ് സാമ്പിൾസ്. അത്രയായിരിക്കും നമ്പർ ഓഫ് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ 5 point DFT x of k ആണെങ്കിൽ ഫൈൻഡ് ദ സീക്വൻസ് y of n if y of k equals e raised to minus j 4 pi k by 5 times x of k. That is y of k തന്നിട്ടുള്ളത് e raised to minus j 4 pi k by 5 times x of k ആണ്. അവർ പറഞ്ഞിട്ടുള്ളത് x of n നമുക്കറിയാം, അതിന്റെ 5 point DFT ആണ് x of എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെന്താ ചെയ്തേക്കുന്നത്?
ഈ എക്സ് ഓഫ് കെനെ ഒരു എക്സ്പൊണൻഷ്യൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന സാധനമാണ് വൈ ഓഫ് കെ. എന്താ ചോദിച്ചിരിക്കുന്നത് കണ്ടുപിടിക്കാൻ? വി നീഡ് ടു വൈ ഓഫ് കെ ആണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഐ നീഡ് ടു ഫൈൻഡ് വൈ ഓഫ് എൻ. ഇത് ഡി എഫ് ടി പെയർസ് ആണ് അല്ലെ. വൈ ഓഫ് കെയുടെ ഇൻവേഴ്സ് ഡിസ്ക്രീറ്റ് ട്രാൻസ്ഫോം ആണ് എന്താ പറയുന്നത്? വൈ ഓഫ് എൻ. അതാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ആക്ച്വലി ഇൻവേഴ്സ് ഡിസ്ക്രീറ്റ് ട്രാൻസ്ഫോം വെച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നതിനേക്കാളും ആക്ച്വലി എളുപ്പം എന്നറിയാവോ? ഡയറക്ട്ലി അപ്ലൈ ചെയ്യുന്ന പ്രോപ്പർട്ടി. എന്ത് പ്രോപ്പർട്ടി എന്ന് മനസ്സിലാവണമെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ ഒന്നുകൂടെ എടുത്ത് എഴുതാണേ. നോക്കേ, നമുക്ക് തന്നിട്ടുള്ള ഇറ്റ് ഇസ് ഗിവൻ ദാറ്റ് എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് ഇസ് ദ 5 പോയിന്റ് DFT അല്ലേ? 5 പോയിന്റ് DFT ആണ് ചെയ്യുമ്പോൾ എക്സ് ഓഫ് കെ ആണ്. ആൻഡ് വി നോ ദ DFT ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അല്ലെ. DFTയുടെ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്താ പറയുന്നത്? എക്സ് ഓഫ് എൻ മൈനസ് എൻ നോട്ട് എന്ന് പറയുന്നത് ഈക്വലൻ ടു DFT ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഓഫ് കെ ടൈംസ് ഇ റേസ് ടു മൈനസ് ജെ 2 പൈ കെ എൻ നോട്ട് ബൈ എൻ ആണെന്ന് നമുക്കറിയില്ലേ? അറിയാം. ആൻഡ് ഇനി തന്നേക്കുന്നത് ജസ്റ്റ് കമ്പയർ വിത്ത് ദ ഗിവൻ ഇക്വേഷൻ എന്താണ്? അവർ പറഞ്ഞിട്ടുണ്ട് വൈ ഓഫ് കെ എന്ന് പറയുന്ന ടേമിനെ നമ്മൾ ഇ റേസ് ടു മൈനസ് ജെ 4 പൈ കെ ബൈ 5 ടൈംസ് എക്സ് ഓഫ് കെ ആണ് തന്നിരിക്കുന്നത് അല്ലെ. ഇനി ഇതും കൂടെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ, മനസ്സിലായോ? ഇപ്പൊ ഈ ജസ്റ്റ് ഇതാണ് നമ്മുടെ ആക്ച്വൽ ഇക്വേഷൻ ഫോർ എന്താണ്? ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഇതാണ് തന്നിരിക്കുന്നത്. അപ്പൊ അത് നോക്കുമ്പോൾ എക്സ് ഓഫ് കെ രണ്ടും സെയിം ആണ്. ഇവിടെയോ ഇ റേസ് ടു മൈനസ് ജെ 2 പൈ കെ ബൈ എൻ നോട്ട് ആണ്. ഇവിടെയോ ഇ റേസ് ടു മൈനസ് ജെ 4 പൈ കെ ബൈ 5 അല്ലേ? അപ്പൊ അതിനെ എനിക്ക് ആക്ച്വലി എന്താണ്? ദിസ് ഇസ് ഓൾസോ എന്താണ്? ഈ ഇക്വേഷൻ ആക്ച്വലി എന്താണ്? ദിസ് ഇസ് ദ ടൈം ഷിഫ്റ്റഡ് വേർഷൻ ഓഫ് എക്സ് ഓഫ് എൻ മൈനസ് നോട്ട് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവര് പറയുന്നുണ്ട് ഈ ടേം ഇതിന്റെയും DFT കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇത് എക്സ് ഓഫ് കെനെ മൾട്ടിപ്ലൈ ചെയ്തല്ലേ കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ DFT കിട്ടുമ്പോഴും എനിക്ക് എക്സ് ഓഫ് എൻ മൈനസ് എൻ നോട്ട് ഫോമിലല്ലേ കിട്ടത്തുള്ളൂ. മനസ്സിലായോ? കാരണം ആ ഷിഫ്റ്റ് ചെയ്തേക്കുന്ന വാല്യൂ ആണ് ഇത് ഇവിടെ വന്നേക്കുന്നത്. എന്ന് വെച്ചാൽ ബേസിക്കലി നമുക്ക് ഈ തന്നേക്കുന്ന എക്സ്പ്രഷനും ഒരു ടൈം ഷിഫ്റ്റഡ് വേർഷൻ ഓഫ് ദ എക്സ് ഓഫ് എൻ സീക്വൻസ് ആണ് ചോദിച്ചേക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അത് തന്നെയാണ് വൈ ഓഫ് കെ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ എക്സ്പ്രഷനെ തന്നെയാണ് ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനെ ഒരു വൈ ഓഫ് കെ എന്നൊരു പേരുകൊണ്ട് പറഞ്ഞേക്കുന്നേ ഉള്ളൂ. പക്ഷെ ദിസ് ഇസ് ആക്ച്വലി എന്താണ്? ഇതിന്റെ DFT എടുക്കുമ്പോൾ നമുക്ക് എക്സ് എൻ മൈനസ് എൻ നോട്ട് ഫോമിലേ വരത്തുള്ളൂ. അതാണ് ഇതിന്റെ മീനിങ്. കാരണം കമ്പയർ ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടും കൂടെ. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ എയിം എന്ന് പറയുന്നത് സിൻസ് ഇത് രണ്ടും സെയിം രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്, ഇതും സെയിം ആയതുകൊണ്ട് നമുക്ക് ഈ എക്സ്പ്രഷനും ഈ എക്സ്പ്രഷനും കൂടെ കമ്പയർ ചെയ്തൂടെ. അപ്പൊ എങ്ങനെ കിട്ടും നോക്കേ? ഇ റേസ് ടു മൈനസ് ജെ 2 പൈ കെ എൻ നോട്ട് ബൈ എൻ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് ജെ 4 പൈ കെ ബൈ 5 ആയിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ഇത് ഇതേ ഫോമുല വരണം. ദാറ്റ് ഇസ് ഇ റേസ് ടു മൈനസ് ജെ 2 പൈ കെ ബൈ 5 ടൈംസ് 2 എന്ന് എഴുതിക്കൂടെ? മനസ്സിലായോ? അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ എൻ നോട്ടിന്റെ വാല്യൂ എന്താ വരുന്നത്? ഇവിടെ 2 ആണ്. മനസ്സിലായോ? അതായത് ഈ എക്സ് ഓഫ് കെ സിഗ്നലിനെ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് ഇത് ആക്ച്വലി എന്തിന്റെ DFT ആണ്? നമ്മുടെ എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന സിഗ്നൽ ആണ് അല്ലെ. അതിനെ n ടൈംസ് ഷിഫ്റ്റ് ചെയ്യും. ദാറ്റ് ഇസ് എക്സ് ഓഫ് എൻ മൈനസ് എൻ നോട്ടിന്റെ വാല്യൂ ഇപ്പൊ എന്താ കിട്ടിയത്? 2 അല്ലേ? n മൈനസ് 2 ഇക്വലന്റ് അല്ലേ? എന്ന് വെച്ചാൽ ബേസിക്കലി ഇവിടെ നോക്കിയാൽ നമുക്ക് തന്നേക്കുന്ന എക്സ്പ്രഷൻ എന്തായിരുന്നു? വൈ ഓഫ് കെ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് ജെ 4 പൈ കെ ബൈ 5 ടൈംസ് എക്സ് ഓഫ് കെ ആയിരുന്നു അല്ലെ. ദിസ് വാസ് ദ ഗിവൺ എക്സ്പ്രഷൻ. അവർ പറഞ്ഞത് എന്താണ്? ഫൈൻ വൈ ഓഫ് എൻ. വൈ ഓഫ് എൻ എന്ന് പറയുന്നത് എന്താണ്? ഇസ് ദ DFT ഓഫ് വൈ ഓഫ് കെ ആണ്. അതായത് വി ആർ സപ്പോസ് ടു ഫൈൻഡ് DFT ഓഫ് എന്താണ്? ദാറ്റ് ഇസ് വി വർ സപ്പോസ് ടു ഫൈൻഡ് ദ DFT ഓഫ് എന്താണ്? ഇ റേസ് ടു മൈനസ് ജെ 4 പൈ കെ ബൈ 5 ടൈംസ് എക്സ് ഓഫ് കെ കണ്ടുപിടിക്കണം. അതായത് നമുക്ക് എന്ത് കിട്ടി? അപ്പൊ ചെയ്യുന്ന സമയത്ത് ദിസ് ആക്ച്വലി ഇക്വലന്റ് ടു എന്താണ്? ഫൈൻഡിങ് എക്സ് ഓഫ് എൻ മൈനസ് 2 തന്നെയാണ്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇനി നമ്മുടെ ഓപ്ഷൻസിൽ ആക്ച്വലി നിങ്ങൾക്ക് തരുന്നത് ഇങ്ങനെ ആയിരിക്കത്തില്ല. ചിലപ്പോൾ അവർ സാമ്പിൾസ് ആയിട്ട് തന്നേക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? അതായത് നമുക്ക് തന്നിരിക്കുന്ന സാമ്പിൾ ആക്ച്വലി എന്താണ്? എക്സ് ഓഫ് എൻ തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? 0 1 2 2 1 ആയിരുന്നു അല്ലെ. അപ്പോ നമുക്ക് എക്സ് ഓഫ് എൻ മൈനസ് 2 എങ്ങനെ ചെയ്യണമെന്ന് അറിയാവൂ? യു ഡു ദ സർക്കുലർ റൈറ്റ് ഷിഫ്റ്റ്. മനസ്സിലായോ? സർക്കുലർ റൈറ്റ് ഷിഫ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഈ സാമ്പിൾസിനെ ഇപ്പൊ n മൈനസ് 2 എന്ന് വെച്ചാൽ 2 തവണ ഷിഫ്റ്റ് ചെയ്യണം. നമ്മൾ ടൈം ഷിഫ്റ്റ് ചെയ്യത്തില്ലേ? അതുപോലെ തന്നെയാണ്.
അപ്പൊ എന്ന് വെച്ചാൽ ഈ സീറോനെ ആദ്യം ഒരു തവണ 2 തവണ ഷിഫ്റ്റ് ചെയ്യുമ്പം സീറോ എവിടെ വരും? സീറോ ഇവിടെ വരും. ഈ സീറോ ഇവിടെ വരും. ഈ 1 എന്ത് ചെയ്യും? ഇവിടെ വരും. ഈ 2 എന്ത് ചെയ്യും? ഇവിടെ വരും അല്ലെ? ഈ 2 ഒരു തവണ ഷിഫ്റ്റ് ചെയ്തപ്പം ഇങ്ങോട്ട് പോയില്ലേ അല്ലെ? ഈ പൊസിഷനിൽ വന്നു. അടുത്ത തവണ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ സീറോ ഇരിക്കുന്ന സ്ഥാനത്ത് വരും, അതായത് ഇവിടെ വരും. ഇനി വാട്ട് അബൌട്ട് ദിസ് 2, ദിസ് 1 എന്ന് പറയുന്നത് ഒരു തവണ ഷിഫ്റ്റ് ചെയ്യുമ്പം ഈ സീറോന്റെ പൊസിഷനിൽ വന്നു, രണ്ടാം തവണ ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങോട്ട് വന്നു, അതായത് ഇങ്ങനെ വരും. അതായത് 2 1 0 1 2, അതായത് മൊത്തം സാധനത്തിനെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് 2 തവണ ഷിഫ്റ്റ് ചെയ്യും എല്ലാത്തിനെയും. അപ്പൊ അങ്ങനെ ഇവിടെ വരുന്ന ടേം എന്ത് ചെയ്യും? കറങ്ങി സർക്കുലർ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യും. ഇതുപോലെ ലെഫ്റ്റും പറ്റും, നമ്മൾ ഇവിടെ ചെയ്യുന്ന റൈറ്റ് ഷിഫ്റ്റിംഗ് ആണ്. ഓക്കെ, സോ 2 1 0 1 2 ഇസ് ദ വാല്യൂ. ഇത് നമ്മൾ എന്തൊക്കെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു? നമ്മൾ ലീനിയർ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു, അതുപോലെ സർക്കുലർ റൈറ്റ് ഷിഫ്റ്റിംഗ് അപ്ലൈ ചെയ്തിട്ടാണ് സൊല്യൂഷൻ കിട്ടിയത്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ വിൽ ഡു ഫ്യൂ മോർ പ്രോബ്ലംസ് ഇൻ ദ PYQ ഡിസ്കഷൻ. നമ്മുടെ ഫസ്റ്റ് ടെസ്റ്റ് വരുന്നതിൽ BSPയുടെ ഫസ്റ്റ് ടെസ്റ്റ് വരുന്നതിൽ നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദെൻ വിൽ മൂവ് ഓൺ വിത്ത് ദി ഫർദർ FFT ടെക്നിക്സ് ഓൾസോ. ഓക്കെ, അപ്പൊ ആ ഒരു പാർട്ടും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ എന്ത് പറ്റുന്നുണ്ട്? നമ്മുടെ കുറച്ച് ഫിൽട്ടർ ബാങ്ക് തിയറി കൂടെ പഠിക്കുന്ന സമയത്ത് എന്ത് തീരുന്നുണ്ട്? നമുക്ക് DSPയുടെ ആർക്കിടെക്ചർ, DSPയുടെ ആ ഒരു സിഗ്നൽ പാർട്ടും കൂടെ തീരും. അത് കഴിയുമ്പോൾ ഒഫീഷ്യലി നമുക്ക് സിഗ്നൽസ് റാപ്പ് അപ്പ് ചെയ്യാം ആൻഡ് വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് സബ്ജക്ട്, കൺട്രോൾ സിസ്റ്റംസ്. ഓക്കെ എവ്രിവൺ, സോ ഇതുവരെ പഠിച്ചത് നല്ലോണം റാപ്പ് അപ്പ് ചെയ്ത് വെച്ചേക്കുക, കൺക്ലൂഡ് ചെയ്ത് നമ്മുടെ ലെക്ചർ ബുക്കിൽ തന്നെ ആക്കി വെച്ചേക്കുക. ഓക്കെ, നമ്മൾ ഇതുവരെ എത്ര ആൻസേഴ്സ് പഠിച്ചത്? 6 എണ്ണോ പഠിച്ചത്. 6 എണ്ണവും ഷുഡ് ബി ഇൻ യുവർ ലെക്ചർ ബുക്ക്. ഓക്കെ, ഫൈൻ എവ്രിവൺ, നന്നായിട്ട് പഠിക്കുക. വിൽ കണ്ടിന്യൂ ദ നെക്സ്റ്റ് സെഷൻ. താങ്ക് യു.